രാജേഷ് ഭായി കേൾക്കുന്നില്ല. നമ്മുടെ ഇന്നത്തെ മീറ്റിംഗിന്റെ വിഷയം സുബോധത്തിലെ ബുദ്ധിമുട്ടുകൾ. നമ്മളോട് സംസാരിക്കുന്നത് സുരേഷ് ചേട്ടൻ നെയ്വേലിയാണ്. സുരേഷ് ചേട്ടനെ ജ്വാല ഓൺലൈൻ ഗ്രൂപ്പ് മീറ്റിംഗിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സുരേഷ് ചേട്ടാ, നമുക്ക് തുടങ്ങാം. സുഹൃത്തുക്കളെ, അവിടുത്തെ മദ്യപാനാസക്ത രോഗിയാണ്. ദൈവത്തിന്റെ കൃപ കൊണ്ട് കൂട്ടായ്മകളിലുണ്ട്. ഇന്നേ ദിവസം മദ്യപിച്ചിട്ടില്ല. എന്റെ പേര് സുരേഷ്. ഹായ് സുരേഷ് ചേട്ടാ. ഹായ് ഹായ് കോഴിക്കോട്. താങ്ക് യു. സുരേഷ് ഭായി, എന്റെ ദൈവമേ, എല്ലാവർക്കും ഒരു ശുഭരാത്രി ആശംസിക്കുന്നു. ആരോ പറഞ്ഞ പോലെ ഞാനാന്നറിയാതെ 50-51 പേര് കയറിയിരിക്കുന്നു. ഏതായാലും അവരെല്ലാം പറ്റിക്കാതെ എന്നെ കൊണ്ട് കഴിയുന്നവർക്ക് ഷെയർ ചെയ്യാം. നേരത്തെ ദീപു പറഞ്ഞപ്പോൾ നമ്മൾ ഈ കുഴി മൂടുന്ന കൂട്ടർക്ക് ഇതെല്ലാം വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കുഴി മൂടും ആ സാധനം. അത്രത്തോളം ശക്തിയുള്ള സാധനമാണ് ഈ ഓവർ കോൺഫിഡൻസ് എല്ലാം. നമ്മൾ ദീപു എല്ലാം പറയുമ്പം ദീപു 13 ദിവസം എങ്കിലും നേരത്തെ എന്തോ സോബറായിട്ട് പിന്നെയും പോയതായിരിക്കും. അതൊന്നും കുഴപ്പമൊന്നുമില്ല. പറയും വീഴുന്നൊന്നും വലിയ പ്രശ്നമല്ല, വീണത്ത് കിടക്കരുത്, എഴുന്നേറ്റ് വരണം എന്ന് പറയും. ഇന്നത്തെ ഏറ്റവും കുറച്ച് ആൾക്കാർ ഞാൻ ആദ്യം തന്നെ നോക്കിയപ്പം കുറെ സുരേഷുമാർ. ഞാൻ അധികം മീറ്റിങ്ങിലും പറയും ഈ സുരേഷ് എന്നുള്ള പേര് വെച്ചാലേ കുടിയന്മാരാവുന്നു. അതുകൊണ്ട് തന്നെ കുറെ സുരേഷുമാർ സംസാരിച്ച് ഏതായാലും മീറ്റിംഗ് മാക്സിമം എല്ലാവരും പ്രയോജനപ്പെടുത്തുന്നുണ്ട്. നേരത്തെ ആരോ പറഞ്ഞു ഫിസിക്കൽ മീറ്റിംഗ് ഇന്ന് പോകാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ ഈ മീറ്റിങ്ങിലേക്ക് കയറി. ആ സുഹൃത്തിന് നന്ദി. കാരണം ഞാനൊരു ഫിസിക്കൽ മീറ്റിംഗ് പോയി വന്നിട്ടാണ് ഇതിലേക്ക് കയറിയത്. ഫിസിക്കൽ മീറ്റിംഗ് നമ്മളെ തറവാട് പോലെ, ഹോം ഗ്രൂപ്പ് എന്നെല്ലാം പറയുന്ന പോലെ നമ്മളെ പ്രാക്ടിക്കൽ, അതായത് ഫിസിക്കൽ അപ്പിയറൻസ്, ഒരു മദ്യപാനാസക്ത രോഗികളായ നമ്മളെല്ലാം ചേരുന്ന ഒരേ കുടക്കീഴിൽ ഒരേ രോഗത്തിന്, അതും അന്ത്യമില്ലാത്ത ഒരു രോഗത്തിന്, ഒരു പരിഹാരം ഇല്ലാത്ത ഒരു രോഗത്തിന് നമ്മൾ തമ്മിൽ നമ്മളുടെ അനുഭവങ്ങൾ സംസാരിച്ച് നമ്മളെ കൊണ്ട് തന്നെ, അതുകൊണ്ട് തന്നെ പറയാം, ഞാൻ ഡോക്ടർ ആകുമ്പോൾ നിങ്ങൾ പേഷ്യന്റ്, നിങ്ങൾ ഡോക്ടർ ആകുമ്പോൾ ഞാൻ പേഷ്യന്റ് എന്ന് പറഞ്ഞു. അത് വേറൊരു വിധത്തിൽ പറയും, ഞാൻ ടീച്ചർ ആകുമ്പോൾ നിങ്ങൾ സ്റ്റുഡന്റ്, നിങ്ങൾ ടീച്ചർ ആകുമ്പോൾ ഞാൻ സ്റ്റുഡന്റ്. ആകെ മൊത്തം നമ്മളെല്ലാവരും കുടിക്കാതിരിക്കുന്നുണ്ട്. ആ ഒരു വലിയ ശക്തിയുടെ ഇതും നേരത്തെ ദീപു പറഞ്ഞ പോലെ തന്നെ, രതീഷ് പറഞ്ഞ പോലെ ഈ കൂട്ടായ്മയുടെ പവർ തന്നെയാണ്. അത് രാജേഷും വേലായുധനും സുരേഷും എല്ലാവർക്കും ഈക്വൽ പങ്കാന്ന് പറയും. എന്തിനാ പങ്ക് വഹിക്കുന്ന? ഞാൻ കുടിക്കാതിരുന്നാ പോരെ? ഞാൻ എൻ്റെ വീട്ടിൽ ഭാര്യയും മക്കളും കുറെ കൊല്ലമായി. അവരിപ്പോ ഗുരുവായൂരെല്ലാം പോയി വന്നു. ഞാൻ അതിൻ്റെ കൂടെ പോയിട്ടില്ല. അതെല്ലാം എൻ്റെ സ്വാർത്ഥതയാണ്. പിന്നെ വരാം. ഏതായാലും ഇന്നത്തെ ഈ ടോപ്പിക് തന്നെ എടുത്തപ്പോൾ പലരും, രാമേട്ടൻ തന്നെ രാവിലെ കൺഫ്യൂഷൻ ആയിരുന്നു, എന്താണ് ഈ സുബോധത്തിൽ വരുന്ന വീഴ്ചകൾ. അതായത് ഞാൻ ഇംഗ്ലീഷാ ഇപ്പോഴല്ല, അമേരിക്കയിൽ പോയി വന്നിട്ട് വെറും ഇംഗ്ലീഷാ. അതായത് സ്ട്രഗ്ലിംഗ് സോബറിറ്റി എന്നാ പറയുന്നത്. സ്ട്രഗ്ലിംഗ് സോബറിറ്റി. ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇതൊന്നും പ്രശ്നമേ ആയിരിക്കൂല. അതുകൊണ്ട് ഞാനിത് പറയുന്നത് എല്ലാം ഇപ്പൊ ഒരു ഫിസിക്കൽ മീറ്റിംഗ് നമ്മളൊരു സീനിയർ മെമ്പർ പറഞ്ഞ ഈ അനുഭവങ്ങൾ ശക്തിയും പ്രതീക്ഷയാണ് നമ്മൾ പങ്കുവെക്കുന്നത്. പക്ഷെ പല കുടുംബ പശ്ചാത്തലം, ജോലി, ജാതി, മതം, നമ്മളുടെ എല്ലാം നേരത്തെ ദീപു പറഞ്ഞ പോലെ ഈ തലതൊട്ടപ്പൻ ചില ഫാമിലിയിലല്ലോ മദ്യം അവർ നിർമ്മിക്കുന്നുണ്ട്, കുടിക്കുന്നുണ്ട്, വിൽക്കുന്നുണ്ട്. അപ്പൊ അതൊരു വലിയ തെറ്റൊന്നായിരിക്കൂല. പക്ഷേ മദ്യം കുടിച്ചാൽ ഞാൻ മരിക്കും എന്ന് അറിഞ്ഞുകൊണ്ട് വീണ്ടും ഞാൻ കുടിക്കാൻ പോകുന്ന എന്നെ പോലത്തെ ആസക്ത രോഗിക്ക് ഈ മദ്യം ശരിയാവില്ല എന്ന് പറയുന്നു. അല്ലാതെ ആരും മദ്യപിക്കണ്ടെന്നൊന്നും ആരോടും പറയുന്നേ ഇല്ല. ഇനിയും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് പോലും, എന്നോടൊന്നും ഒരു മനുഷ്യൻ ഇതുവരെ ഇത്രയും കാലയളവിൽ നീ പോയി മദ്യപിക്കരുതേ, അതിന് മാറ്റി പറയുന്ന ഒരു വേർഡ് ഉണ്ട്. അതാണ് ഏയുടെ താരകമന്ത്രം. ഗോ ടു മീറ്റിംഗ് പോവുക. അത് രാമേട്ടൻ നടത്തിയാലും ശരി, ഓൺലൈൻ ആയാലും ശരി, പണ്ടാറാണെങ്കിൽ ഏതെങ്കിലും. ഇപ്പൊ എല്ലാം ലേറ്റസ്റ്റ് ട്രെൻഡ്, ഞാൻ വലിയ ഇതായിട്ട് പഠിച്ചെന്നും പറയുന്നതല്ല, ആൾക്കാർ കുറച്ച് ദിവസങ്ങൾ, ഒരാഴ്ച, ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷം ടോക്കണിൽ വാങ്ങിക്കഴിഞ്ഞാൽ
പിന്നെ നിർത്തി അവർ. ഇനിയിപ്പോ എന്താ? അപ്പൊ അതാ പ്രശ്നം. ഇന്ന് പറയാൻ വരുന്ന പ്രശ്നം അത്. കുടിക്കുമ്പോ ഒന്നും അറിയില്ല. 200 രൂപ ഉണ്ടെങ്കിൽ എന്റെ സീനിയർ മെമ്പർ ചെന്നൈയിലുള്ള ആള് പറയും 200 രൂപ ഉണ്ടെങ്കിൽ ഹാപ്പിയാ, അന്നത്തെ ദിവസം ഫുള്ള് കുടിക്കുക. എനിക്കെല്ലാം 200 കൂടെ വേണ്ട. ഞാനെല്ലാം കുടിക്കുന്ന കാലത്ത് 30 രൂപ. രാവിലെ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. അങ്ങനെ നേരെ ബാറിലേക്ക് എഴുന്നേറ്റ് പോകും. അവിടെ പോയി കഴിഞ്ഞാൽ നമ്മളെ സുഹൃത്തുക്കൾ വരും. ഏതെങ്കിലും ആരെങ്കിലും എന്താ പറയാ, പാർട്ടി ചെത്ത പാർട്ടി എന്ന് പറയുന്ന നമ്മളെ അനന്തകൃഷ്ണൻ 8 വർഷം അദ്ദേഹത്തിന് രാവിലെ തന്നെ ആശംസ പറഞ്ഞാണ്. എങ്കിലും അദ്ദേഹത്തിന് മനസ്സിലാവും പാർട്ടി ചെത്ത എന്ന് പറഞ്ഞാൽ അത് വേറെ വിധത്തിൽ പറയും. പാർട്ടി വയസ്സിക്ക് വന്ന പാർട്ടി ചോദിക്കുന്ന ആളാണ്. അതായത് നമ്മളെല്ലാത്തിനും പാർട്ടി ഇല്ലേ, ഓണമല്ലേ, വിഷു അല്ലേ, നിന്റെ കുട്ടി ജനിച്ചതല്ലേ, എന്തെങ്കിലും ഒരു കാരണം കുടിക്കാൻ വേണ്ടി. അങ്ങനെ കുടിച്ചുകൊണ്ടിരുന്ന അവസ്ഥയിൽ നിന്നെല്ലാം മാറി ഇന്ന് മദ്യത്തിൽ നിന്ന് മാറി ഓരോ ദിവസമായിട്ട് ഞാനും ഒരു 18 കൊല്ലം കഴിഞ്ഞ് 19 വർഷം പോയിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെ ഇത് നടന്നെന്ന് എനിക്കും അറിയില്ല. എന്റെ സീനിയറും അത് തന്നെയാ പറഞ്ഞത്. അയാൾ 31 കൊല്ലമായിപ്പോ. ഞാൻ കയറി വരുമ്പോ അയാൾ 13 വർഷം. അയാളിപ്പോ 31 വർഷം കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നു. അയാൾ ആദ്യമായിട്ട് 13 വർഷം ഞാൻ കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പം ഞാൻ മനസ്സിൽ ഇയാളെന്താണ് ആരെ കളിയാക്കുക, 13 വർഷം കുടിക്കാതെ ഇരിക്കുക, ഇതൊന്നും നടക്കാത്ത കാര്യമാണ്. ഇവരെ എന്തോ പൊട്ടത്തരം വിളിച്ചു പറയുന്നത്. ശരി, ഭാര്യയുടെ നിർബന്ധ പ്രകാരം വന്ന ആളാ. ഞാൻ മദ്യം നിർത്താനൊന്നും വന്ന ആളല്ല. എന്റെ പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടിക്കാൻ വയ്യ. കുറച്ച് കുടിച്ചാൽ കുറെ ഛർദ്ദിക്കുന്നു അവസാന കാലങ്ങളിൽ. പിന്നെ പൈസ ഇല്ല, പിച്ച എടുക്കേണ്ട വന്നു. കുടിയുടെ കാര്യങ്ങൾ പറയാതെ നമ്മൾ ഈ ഇതിലേക്ക് കടക്കാൻ പറ്റില്ല. അവസാന കാലങ്ങളിൽ ഞാൻ ഇല്ലാതെ കുടിക്കാൻ പോവില്ല എന്ന് പറഞ്ഞ സുഹൃത്തുക്കൾ എന്നെ കണ്ടാൽ എന്നെ ഒഴിവാക്കി വേറെ സ്ഥലങ്ങളിലേക്ക് പോകാൻ തുടങ്ങി. ഞാൻ അവിടെയും തേടിച്ചെന്നു, ഒരു പിച്ചക്കാരനെക്കാട്ടി മോശമായിട്ട്. അവർ പോയ ബാറുകളിൽ എനിക്കറിയാം. അവിടെയും കയറി ചെന്നപ്പം ഓ, ഇവന്റെ ശല്യം സഹിക്കാൻ വയ്യ. എന്നാ ഒരു ക്വാർട്ടർ അവന് കൊടുത്തേ. അവര് ബ്രാൻഡൊന്നും വേണ്ട, അവരൊരു നല്ല വില കൂടിയ മദ്യം കഴിക്കുന്നു. എനിക്ക് ഏറ്റവും വില കുറഞ്ഞ ബാറിലുള്ള ഒരു മദ്യം അവർ ഓഫർ ചെയ്യുന്നു. എന്നാൽ ഞാൻ അഭിമാനത്തോടെ വേണ്ടാന്ന് പറയണ്ടേ. എനിക്ക് എന്ത് കിട്ടിയാലും കുടിക്കാന്നുള്ള അവസ്ഥയിലേക്ക് അവസാനം എത്തി. ഞാൻ അതും കുടിച്ച് കഴിഞ്ഞപ്പോ എനിക്ക് കണ്ണിന്ന് കണ്ണീര് വന്നു. എന്റെ ഓസി കുടിച്ചവനായി വേണമെല്ലാം ഇന്ന് എന്നെ കണ്ടാൽ മാറി നിൽക്കുന്നു. അതിന് കാരണം ഞാൻ തന്നെയാണ് ഏത് വന്നപ്പോ മനസ്സിലായത്. അതുവരെ ഭയങ്കര കുറ്റപ്പെടുത്തലായിരുന്നു. അവൻ ഓസി ഇത് വാങ്ങിച്ച മദ്യം വാങ്ങിച്ചിട്ട് പിന്നെ കുറച്ച് കയറി കഴിഞ്ഞാൽ നീ എല്ലാം എപ്പാടാ കുടിക്കാൻ തുടങ്ങിയ ഈ സാധനം, ഞാനെല്ലാം അവനോട് തന്നെ പറയും. അതുകൊണ്ടാണ് ഈ വാങ്ങി തരാത്തത്. ഈ വാങ്ങിച്ചു തരുന്നവർ തന്നെ ഈ എന്താ പറയാ, വരം കൊടുത്തവന്റെ തലയിൽ കൈവെക്കുന്ന ഒരു സ്വഭാവമാണെന്ന് പറയും. നന്ദിയില്ലാത്തത്. അപ്പം അതൊന്നും ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്ന് ആ ദൈവത്തിന്റെ ശക്തി കൂട്ടായ്മയുടെ ഈ കൂട്ടിപ്പിടുത്തം എന്നെല്ലാം പറയുമ്പോൾ എന്തുകൊണ്ടാ 8 പ്രാവശ്യം ഞാൻ ശബരിമലക്ക് പോയിരിക്കുന്നു. 8 പ്രാവശ്യം തിരിച്ചു വന്ന ഉടനെ, അതും അവസാന ലാസ്റ്റ് അന്നേരമാണ് എൻ്റെ ഭാര്യ പറഞ്ഞത് ഇനി നിങ്ങൾ പോകണ്ട. അവള് പലിശക്കെല്ലാം കടം വാങ്ങിയിട്ടാണ് ഈ മദ്യപാനം നിർത്താൻ വേണ്ടി അയ്യപ്പന്റെ അടുത്തേക്ക് അയക്കുന്നത്. ഇപ്പൊ ആ പൊട്ടത്തരം വിചാരിക്കുന്നത്. തികഞ്ഞ ഒരു മദ്യപാനിയായി മദ്യം മാത്രം എല്ലാത്തിനും ആശ്രയിക്കുന്ന എന്നെ അവളെന്തിനും മദ്യം ഈ നിർത്താൻ വേണ്ടി ശബരിമലക്ക് അയക്കുന്നു. ഏത് മല കയറിയിട്ടും മലയെല്ലാം കയറുമ്പോ എനിക്ക് ഭയങ്കര കിതക്കും. ഈ പറഞ്ഞ പോലെ സിഗരറ്റും എല്ലാം. ഇന്ന് ആരോ പറഞ്ഞ പോലെ ആ സംഗതികളെല്ലാം പോയി. അപ്പൊ ഒന്ന് സുബോധവനാണ്. ഏയിലേക്ക് വന്നു എന്നല്ല, ഞാൻ ഒരിക്കലും വന്നു എന്ന് പറയില്ല. എന്നെ വരവെക്കപ്പെട്ടത്, അതായത് തമിഴ് വേടാ വരുന്നത്, അതായത് ദൈവം കൊണ്ടാന്ന് എന്നെ ഈ കഴുത്തിനിങ്ങനെ പരുന്തെല്ലാം റാഞ്ചിയിട്ട് വരുന്ന പോലെ കൊണ്ടാന്ന് ഇതിന്റെ ഉള്ളിലേക്ക് ഇട്ടതാണ്. ഇട്ട ആദ്യത്തെ ദിവസം ട്രീറ്റ്മെന്റ് സെന്ററിൽ പോയി തിരിച്ചു വന്ന ആദ്യത്തെ ദിവസം മീറ്റിങ്ങിന് വരുമ്പോ, ഇത് ഇവിടെ എല്ലാവരും കേട്ടതായിരിക്കും, ആദ്യത്തെ ചോദ്യം എന്റെ ഭാര്യനോട് ചോദിച്ചത്, ഇപ്പൊ ഞാൻ കുടിക്കുന്നില്ല പിന്നെ എന്തിനാ മീറ്റിംഗ് എന്ന് ചോദിച്ച ആളാണ്. പിന്നെ പറഞ്ഞ അതേ വായി കൊണ്ട് എൻ്റെ അനിയനായ അല്ലെങ്കിൽ മകനെ പോലെ കുട്ടി അത് ദീപുവിനോടും
രതീഷിനോടും ആരായാലും സുരേഷിനോടും. സുരേഷ് 6 മാസം അദ്ദേഹം ഗ്രൂപ്പിന്റെ വാർഷികം ഉണ്ടെന്ന് വെൽക്കം ചെയ്യുന്നു. കാരണം ഇതിൽ സർവീസ് ഈ സർവൈവൽ എന്ന് പറയും. അത് നമ്മളെ മൂത്ത ആൾക്കാർ കാണിച്ചു തരുമ്പോൾ അത് ഫോളോ ചെയ്ത് പോയാൽ തന്നെ മതി. പക്ഷെ അത് മതിയോ? ഈ ടോപ്പിക്കിന്റെ പ്രാധാന്യം അവിടെയാണ്. കുടി നിർത്തി, ഞാൻ സർവീസ് ചെയ്യുന്നുണ്ട്, ഗ്രൂപ്പുകളിൽ മീറ്റിങ്ങിന് പോകുന്നുണ്ട്. അതാ പറഞ്ഞ കുടി നിർത്തിയതിന് ശേഷമാണ് എൻ്റെ ശരിയായ വിഷമങ്ങൾ എനിക്ക് തുടങ്ങിയത്. അതാണ് ഇന്നത്തെ സ്ട്രഗ്ലിംഗ് സോബറിറ്റി. സോബറിറ്റി അല്ല അത്, കുടിയില്ലാത്ത ജീവിതം എനിക്ക് പല കഷ്ടങ്ങളും തന്നു. കാരണം എപ്പോഴും സന്തോഷമായിട്ടുണ്ട് മറ്റേതായിട്ടുണ്ടെന്നെല്ലാം ഈ എന്താ പറയാ ഇൻട്രഡക്ഷൻ ഈ സ്പീച്ച് പോലെ ഇങ്ങനെ പറയുന്നു എന്നല്ലാതെ പലപ്പോഴും വേലായുധേട്ടനെല്ലാം പറയും ജീവിതം മുട്ടിക്കാൻ വേണ്ടി രാവിലെ 4:30 5 മണിക്കെല്ലാം അദ്ദേഹം ജോലിക്ക് പോകുന്നതും. അപ്പൊ കുടിക്കാതിരിക്കുമ്പം അദ്ദേഹത്തിന് ഭയങ്കര സുഖമാണ്. ഈ വയസ്സിലും അദ്ദേഹം ജോലിക്ക് പോയിട്ട് അതെല്ലാം ഞാനുള്ള പെൻഷൻ വാങ്ങി നല്ല സുഖമായിട്ട്. എങ്കിലും പല ഘട്ടങ്ങളിലായിട്ട് പല രീതിയിൽ ഈ പിശാച് വരുന്ന പറഞ്ഞ പോലെ നമുക്ക് കുടിക്കാനല്ല, കുടിച്ചാൽ ഇനി മരിച്ചു പോകുന്നുള്ളത് തീർച്ചയായും ഉണ്ട്. അതിലും സ്വാർത്ഥത തന്നെ. അല്ലെങ്കിൽ ഞാനെല്ലാം വീണ്ടും പോയി കുടിച്ചു നോക്കിയാണ്. കാരണം ഈ വരുന്നതിന് മുമ്പേ 3 ദിവസത്തിലൊരിക്കലും 10 ദിവസത്തിലൊരിക്കലും മോളെ തലയിൽ സത്യം ചെയ്തിട്ട് വീണ്ടും വീണ്ടും നിർത്തിയിട്ട് വീണ്ടും പോയി കുടിക്കും. നേരത്തെ പറഞ്ഞില്ല 8 പ്രാവശ്യം ശബരിമല, 8 പ്രാവശ്യം തിരിച്ചു വന്ന് കുടിക്കുന്നു. 4 സൈക്കാട്രിക് ഡോക്ടർ മരുന്ന് വാങ്ങി കഴിച്ചിട്ട്, മരുന്ന് കഷ്ടപ്പെട്ട് വാങ്ങിക്കുന്നത് കുടി നിർത്താനാണ്. ആ മരുന്ന് കുടിച്ച് നീ മദ്യം ഉപയോഗിച്ചാൽ രക്തം ഛർദ്ദിക്കുന്ന ഡോക്ടർ പറഞ്ഞു. എന്നാൽ രക്തം ഛർദ്ദിക്കുമെന്ന് കാണാൻ വേണ്ടി ഞാൻ ഈ അറിവിന്റെ നിറകൂടാണ്. എനിക്കറിയാത്ത സബ്ജക്റ്റ് ഇല്ല. ചന്ദ്രനിൽ പോണോ, ചൊവ്വയിൽ പോണോ, അല്ലെങ്കിൽ ഈ ആഭ്യന്തര കാര്യങ്ങൾ സംസാരിക്കണോ, എല്ലാം സംസാരിക്കും. മൻമോഹൻ സിംഗിന് എക്കണോമിക്സ് അദ്ദേഹം ഭയങ്കര എവിടെ പോയി യൂണിവേഴ്സിറ്റിയിലെല്ലാം ക്ലാസ് എടുക്കുന്ന ആളാന്ന് പറയും. അപ്പം എല്ലാ കാര്യങ്ങളും എനിക്കറിയാത്ത കാര്യമില്ല എല്ലാത്തിനെ പറ്റി. പക്ഷേ ആ പറയുന്ന ഞാൻ എൻ്റെ വീട്ടിൽ അരി ഉണ്ടാവില്ല, ചോറുണ്ടാവില്ല, അവർക്ക് ഫീസ് കെട്ടിയിട്ടുണ്ടാവില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഭാര്യ നോക്കിക്കോളും. അവളെ കല്യാണം കഴിച്ച് വന്നതിന് ശേഷം ഞാൻ മദ്യപിക്കേണ്ടത് വരുന്നത്. എല്ലാ പ്രശ്നത്തിനും ഭാര്യയാണ് കാരണം. ഈ കാരണം പറഞ്ഞ് കുടിക്കുന്നവൻ ഒരു കുടി നോയാളി അല്ലെങ്കിൽ മദ്യപാനാസക്ത രോഗിയാണെന്ന് പച്ചയായിട്ട് പറഞ്ഞെന്ന് ഈ മദ്യത്തിന് മുന്നിൽ ശക്തിഹീനരെന്ന് സമ്മതിച്ചു. വൺ ഡേ അറ്റ് എ ടൈം. ഇത് രണ്ടും വേറെ ഒന്നും കൂടെ ഉണ്ട്. വൺസ് ആൻ ആൽക്കഹോളിക് ഓൾവേസ് ആൻ ആൽക്കഹോളിക്. ഇതെല്ലാം എന്നോട് റിപ്പീറ്റഡ് ആയിട്ട് മറന്നു പോകും. ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉരുവിടാൻ പറഞ്ഞ മന്ത്രങ്ങളാണ്. സ്വാമി അയ്യപ്പ അല്ലെങ്കിൽ അള്ളാ ഈശോ എന്നൊന്നും നീ പറയണ്ട. വൺസ് ആൻ ആൽക്കഹോളിക് ഓൾവേസ് ആൻ ആൽക്കഹോളിക്. കാരണം ഒരു ആൽക്കഹോളിക് എന്ന് പറയുന്ന ആള് അല്ലേ, നേരത്തെ ഒന്നാം പടിയുടെ മദ്യത്തിന് മുന്നിൽ ശക്തിഹീനമാണ്. നേരത്തെ പറഞ്ഞില്ലേ എന്നെ കൊണ്ട് കുടിക്കാൻ വയ്യ, ഞാൻ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന സാധനം, എനിക്കൊരു സർബത്ത് കുടിക്കാൻ വയ്യ, ഇപ്പൊ ഡയബറ്റിക് ആയിട്ട് ഞാൻ മധുരമുള്ളത് കുടിക്കലില്ല. അപ്പൊ അത് എൻ്റെ ശക്തിഹീനത തന്നെയാണ്. അപ്പൊ മദ്യം എന്നെ കൊണ്ട് കുടിക്കാൻ വയ്യ എന്നുള്ളത് ഞാൻ മനഃപൂർവ്വമായിട്ട് അംഗീകരിക്കേണ്ട വന്നത് കൊണ്ട് ഞാൻ മദ്യത്തിൽ നിന്ന് മാറുന്നു. രണ്ടാമത്തെ ഒരു സാധനമുണ്ട്, അത് കുറെ കാലം എൻ്റെ ശ്രദ്ധയിലേ പെട്ടിട്ടില്ല. തേയില വന്നിട്ട് ജീവിതം അനിയന്ത്രിതമായി പോയി. എന്താ ഈ അനിയന്ത്രിതാവസ്ഥ അല്ലെങ്കിൽ ജീവിതം അനിയന്ത്രിതമായി പോയി. ഞാൻ കല്യാണം കഴിച്ച് 2 കുട്ടികളെ ഉണ്ടാക്കി. അപ്പൊ എനിക്ക് കുട്ടികളെ നോക്കാൻ അറിയാം. ഞാൻ കളിച്ചിട്ട് ഒരു ജോലി കിട്ടി. ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്, ശമ്പളം വാങ്ങുന്നുണ്ട്, ശമ്പളത്തിനെ കാട്ടി കൂടുതൽ കടവും വാങ്ങുന്നു. എന്നിട്ട് വീട്ടില് ഓണത്തിന് ഭാര്യയ്ക്ക് സാരി വാങ്ങി കൊടുക്കുന്നുണ്ട്, ഞാൻ എൻ്റെ മദ്യപാനെല്ലാം നടത്തുന്നുണ്ട്. അല്ലെങ്കിൽ വന്ന് മദ്യപിക്കുന്നില്ല. എൻ്റെ പരിപാടികൾ, അതായത് ഈ മദ്യപിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള എല്ലാത്തിൻ്റെയും ഒരു എന്താ പറയാ ഒഫീഷ്യൽ ഇതായിട്ടൊന്നും അംഗീകരിക്കില്ല ലോകം. അതിന് പച്ചയായിട്ട് പറയും മദ്യപിക്കുന്നില്ല, ഞാൻ വേറെ എന്തെങ്കിലും ഒരു കാര്യം വീട്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ അംഗീകരിക്കും ഇല്ല. അപ്പൊ മദ്യപിക്കാതിരിക്കുന്ന ആ ഒരു സുബോധാവസ്ഥ നിലനിർത്തിക്കൊണ്ടു പോലും അതിലൊരു ക്വാളിറ്റി സോബറിറ്റി.
ഒരു തരമായ ജീവിതം ജീവിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് പണ്ട് കുത്തഴിഞ്ഞ ജീവിതം ജീവിച്ച എന്നെ പോലത്തെ ആൾക്ക് ആ റിയാലിറ്റി, ഫേസിങ് റിയാലിറ്റി സ്പിരിച്വാലിറ്റി എന്ന് പറയും. അത് അഭിമുഖീകരിക്കുമ്പോൾ എന്റെ മോക്ക് ഫീസ് കെട്ടുന്നതാണ് എനിക്ക് പ്രശ്നമായിട്ട്. എന്റെ വണ്ടിയിൽ 1/2 ലിറ്റർ പെട്രോൾ അടിച്ചിട്ട് എവിടെ വേണമെങ്കിൽ ചുറ്റുന്ന ഞാൻ ഫുൾ ടാങ്ക് പെട്രോൾ അല്ല, ഫുൾ ടാങ്ക് അല്ലെങ്കിലും 1/2 ടാങ്ക് എങ്കിലും പെട്രോൾ അടിക്കേണ്ട നിർബന്ധം വന്നു. കാരണം ഇടക്കിടക്ക് ഇത് 15 റുപ്യ 20 ഞാൻ അടിക്കുമ്പം, ഞാൻ മദ്യം നിർത്തുന്ന ആ സമയത്തല്ല ഒരു 35 രൂപ പെട്രോളിനുള്ളൂ ലിറ്ററിന്. എന്നാലും 1/2 ലിറ്റർ അടിക്കുക. പിന്നെ ഏല് വന്നതിന് ശേഷം പലയിടത്തും മീറ്റിങ്ങിന് പോകുമ്പോൾ 1/2 ലിറ്റർ അടിക്കുന്ന പദ്ധതിയില്ല, കുറച്ച് പൈസയില്ല, കൂടുതൽ പെട്രോൾ അടിക്കേണ്ടത്. ഏതെങ്കിലും ഒരു ചെരുപ്പിന്റെ വാറ് പൊട്ടി ചെരുപ്പിന് പിന്ന് കുത്തിയിട്ട് പോലും നടക്കുന്ന ഞാൻ ഷൂ പോളിഷ് ചെയ്തിട്ട് ആ ഷർട്ട് ഇഞ്ച് ചെയ്തിട്ട് ഓഫീസിലേക്ക് പോകുന്ന ഒരു പദ്ധതി തുടങ്ങി. എന്നെ കണ്ടിട്ട് ഇവനെല്ലാം എന്തിനാടാ ജീവിക്കുന്നതെന്ന് ചോദിച്ച ആൾക്കാര് ഇതാരത് മാറിപ്പോയോ, മാപ്പിള വരുത് എന്നാ പറഞ്ഞു ഏല് വന്നതിന് ശേഷം. എന്റെ പരിപാടി അങ്ങനെയായിരുന്നു. ഞാൻ ഈ പുറമേയുള്ള അടിപൊളി പരിപാടികളാ. എന്നോട് എന്റെ ഭാര്യ പറഞ്ഞു, 1 വർഷം ടോക്കൺ വാങ്ങിയപ്പം നിങ്ങളിങ്ങനെ ചിറക് വെച്ച് റക്ക കെട്ടി പറക്കുകയായിരുന്നു പറഞ്ഞു. അതായത് പഴയ ബൈക്ക് കൊടുത്ത് പുതിയ പൾസർ ബൈക്ക്, എനിക്ക് പുതിയ ജീൻസ്, പുതിയ ടീഷർട്ട്, മീശ ഇങ്ങനെ മേലോട്ട് താഴോട്ട് ഡൈ അടിക്കല്, പല പദ്ധതികളും. ഞാൻ 45 വയസ്സിലാണ് ഏൽ എൻ്റർ ആകുന്നത്. 64 വയസ്സായി. ഇന്നും നിർത്തിയില്ല പരിപാടികളൊന്നും. പക്ഷേ ഈ റിയാലിറ്റി ഫേസ് ചെയ്യാന്ന് പറഞ്ഞ ആദ്യത്തെ കടമ്പ ഭാര്യയായിരുന്നു. കാരണം അവള് മദ്യപിക്കുന്ന കാലത്ത് തെറി പറയായിട്ടൊന്നും ഇല്ല. തെറി എന്ന് പറഞ്ഞാൽ പച്ചത്തെറിയൊന്നും അവൾ പറയില്ല. അവളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ, നമ്മളെ തമിഴില് മന്ദമാരുതനായ അവരെ കൊടുങ്കാറ്റാക്കി മാറ്റിയത് ഞാനാണെന്ന് പറയും. അതായത് വളരെ ശാന്തതയിലുള്ള ഒരു പെൺകുട്ടീനെ ഭദ്രകാളിയാക്കി മാറ്റിയത് ഞാൻ തന്നെയാണെന്ന് പറയും. അതുകൊണ്ട് അവർക്ക് ഡെയിലി രാവിലെ കുടിക്കാൻ പോകുന്ന, ജോലിക്ക് പോകാതെ കുടിക്കാൻ പോകുന്ന 2 പെൺകുട്ടികളെ ഉണ്ടാക്കിയിട്ടിട്ട് കുടിക്കാൻ പോകുന്ന ഭർത്താവിനോട് ഉച്ചയ്ക്ക് ഞാൻ ചിക്കൻ പൊരിച്ച് വെക്കട്ടെ എന്നാ ചോദിക്ക ഭാര്യ. രാവിലെ പോകുമ്പോ തൈരിന് പൈസ വെച്ചിട്ട് പോടാ, മക്കളെ സ്കൂളിൽ അയക്കണം, ഓടാന്നൊന്നും പറയില്ല അവര്. പക്ഷെ ആ രീതിയിലേക്ക് അവരെ മാറ്റി എന്നുള്ളത്. അപ്പം ഏല് വന്ന്, ഏലും അവർ തന്നെയാണ് ഇതെല്ലാം കണ്ടുപിടിച്ച് കൊണ്ടുവന്നത്. ഏല് വന്നതിന് ശേഷം അവര് ജീവിതത്തെ പറ്റിയുള്ള, അതായത് ഉറച്ച തീരുമാനങ്ങളും റെസ്പോൺസിബിലിറ്റി, അതുവരെ അവർ കഷ്ടപ്പെട്ട് ഏകദേശം ഒരു 10-18 കൊല്ലം, ഇപ്പൊ ഒരു 36 കൊല്ലമായി ഞങ്ങൾ രണ്ടുപേരും. 36ാമത്തെ കൊല്ലം അമേരിക്കയിൽ വെച്ചായിരുന്നു ഞങ്ങൾ ആനിവേഴ്സറി. അപ്പോ അവളെല്ലാം പറയും പലപ്പോഴും, അവൾ അച്ഛനോടും അമ്മനോടും പറഞ്ഞിരുന്ന പറഞ്ഞു, അവരുടെ കുടുംബക്കാരോട്, ഞാനൊന്ന് ലവ് ചെയ്തിട്ട് കല്യാണം കഴിച്ചു എന്നല്ല അയാളെ, നിങ്ങൾ നോക്കി കല്യാണം കഴിപ്പിച്ചു തന്നല്ലേ, പിന്നെ അതുകൊണ്ട് നിങ്ങൾ തന്നെ അനുഭവിച്ചു. പക്ഷെ അവരെ മാക്സിമം അനുഭവിക്കുകയും ചെയ്തു. അനുഭവിക്കാന്ന് പറഞ്ഞാൽ എന്റെ അമ്മായിയപ്പൻ എനിക്ക് കൈ തന്നിട്ട് പറഞ്ഞു, ഓ ഞാൻ സന്തോഷവാനാണ്. ഈ ബീച്ച് സൈഡിലാണ് അവരുടെ വീട്. ഈ ഏരിയയിൽ ഏറ്റവും വലിയ കുടിയൻ എന്റെ മരുമകനാണെന്ന് എന്നോട് ആൾക്കാർ പറഞ്ഞു എന്നാ പറഞ്ഞു. എത്രത്തോളം ഒരു പെൺകുട്ടീനെ കല്യാണം കഴിച്ചു കൊടുത്ത ഒരു അച്ഛൻ ഇന്ന് എന്റെ മോളെ കല്യാണം കഴിച്ച ആള്, അയാൾ ഒരു കുടിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദുശീലം ഉണ്ടെങ്കിൽ, എന്തിനേറെ ഞങ്ങളിപ്പോ അമേരിക്ക പോയപ്പോ എന്റെ മോളെ അവൻ എന്തെങ്കിലും ഇവളെന്തെങ്കിലും കാണിച്ചാലേ അവര് അതിന് വെറുതെ ടീറ്റോട്ടലറാ. എന്റെ സുഹൃത്തുക്കള് ചോദിച്ചിരുന്നു, എനിക്കല്ല എങ്ങനെടാ ഇങ്ങനെ ഒരു മാപ്പിളനെ കിട്ടിയെന്നാ ചോദിച്ചത്. അത് അവർ ലവ് ആയിരുന്നു, അവർ മാരേജ് ചെയ്ത് ഇപ്പം നന്നായിട്ട് സെറ്റിലാണ്. അവളെ ചീത്ത പറയുമ്പോൾ ഒന്നുമില്ല, വെറുതെ ജസ്റ്റ് എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് വേദനിക്കുന്നു. എന്റെ ഭാര്യ എന്ന് പറയുന്ന ആ പെണ്ണിനെ കല്യാണം കഴിച്ചു തന്ന ആള്, അയാൾ എത്രത്തോളം വേദനിച്ചിട്ടുണ്ടാവും. ശരി, ഓക്കെ, നമ്മൾ ടോപ്പിക്കിലേക്ക് വരാം. ഇനിയിപ്പോ അതെല്ലാം ദീർഘിപ്പിച്ചിട്ട് കാര്യമില്ല. അപ്പം ആകെ മൊത്തം കുടിക്കാതെ എയിലേക്ക് വന്നു. 1 കൊല്ലത്തെ ടോക്കൺ, 1 കൊല്ലത്തെ കാര്യമെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് മനസ്സിലാകാതെ, ആരോ പറഞ്ഞ പോലെ കണ്ണു കെട്ടി കാട്ടിൽ വിട്ട പോലെ സ്പിരിച്വൽ മെലഡി എന്നാ പറഞ്ഞു. ഇവരെ അംഗീകരിക്കാൻ പറ്റാത്ത ഏകാരെ ഇവരെന്നാ വിളിച്ചത്. നമ്മളല്ല, ഇവര്, അവർ, നമ്മളല്ല, ഞാൻ വേറെ ആളാ.
ഞാൻ ഭയങ്കര അറിവും ബുദ്ധിശാലി എല്ലാ ഇതും ഉള്ള ആള്. ഇവർ ആദ്യമായി പറഞ്ഞത് മദ്യപാനാസക്തി ഒരു രോഗമാണ്. തീരെ അംഗീകരിക്കാൻ പറ്റിയില്ല. ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചു കുടിക്കുന്ന അതെങ്ങനെ രോഗാകാം? ഇനിയും അവര് ഫിസിക്കൽ അലർജി കപ്പിൾഡ് വിത്ത് മെന്റൽ ഒബ്സെഷൻ, മെന്റൽ ഒബ്സെഷൻ കപ്പിൾഡ് വിത്ത് ഫിസിക്കൽ അലർജി. മെന്റൽ ഒബ്സെഷൻ എപ്പോ ഉണ്ടാവും? അതിൽ നിന്ന് കുടിച്ചു കഴിഞ്ഞാൽ നിർത്താൻ പറ്റാത്ത ഒരു അലർജിക് ഡിസീസാണ് അത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 1958 അംഗീകരിച്ചിരിക്കുന്നത്. ഇതിന് മരുന്നില്ല, ഇത് മാറ്റി നിർത്താൻ മാത്രമേ പറ്റൂ, ഇത് എപ്പോൾ കുടിച്ചാലും എനിക്ക് അതേ റിസൾട്ട് തന്നെയാണ് വരുള്ളൂ. അതിനൊരു വലിയ ബുക്കും, നീല കളർ ബുക്ക്, ചുവപ്പ് കളർ ബുക്ക് എല്ലാം എനിക്ക് അയച്ചു തരികയും ചെയ്തു. ഒരു 6 മാസത്തില് തൊട്ട് നോക്കിയിട്ടില്ല. എൻ്റെ ബുക്ക് സോബറായിരുന്നു. എൻ്റെ ബുക്ക് സോബറായിരുന്നിടത്തോളം കാലം എൻ്റെ കാര്യങ്ങൾ പിളിഞ്ഞെന്നാ പറയാ. അവിടെ തമിഴിൽ പറയുന്ന വേർഡാണ്. എൻ്റെ ബുക്ക് എൻ്റെ ബുക്ക് എൻ്റെ മുമ്പിൽ ഇപ്പൊ ഉണ്ട്, ബിഗ് ബുക്ക്. ആ ബിഗ് ബുക്ക് ഇന്ന് പല പേജുകളും അണ്ടർലൈൻ ചെയ്ത് കീറിയിരിക്കുന്ന, അതിന്റെ ചട്ട കീറിയിരിക്കുന്ന. ഞാൻ വേണമെന്ന് വിചാരിച്ച് കീറിയല്ല, അത് ഉപയോഗിക്കുന്നതുകൊണ്ട് അതിന്റെ ഇതിൽ കുറച്ച് കീറിപ്പോയത്. അത് അങ്ങനെ തന്നെ നിന്നോട്ടെ, കാരണം ഞാൻ നന്നായിട്ടിരിക്കണമെങ്കിൽ അത് കീറണം എന്നുള്ളത്. കാരണം എപ്പോഴും അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. അതിൽ 1 ലൈനോ 2 ലൈനോ 1 പേജോ എന്തെങ്കിലും അതിലുള്ളത് വായിച്ചുകൊണ്ടേ ഇരിക്കണം. ഇനിയും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മീറ്റിങ്ങുകളിൽ വല്ലം മൊബൈൽ നോക്കിയിട്ട് അതൊന്നും തെറ്റല്ല. അഡ്വാൻസ് ആയി ബിഗ് ബുക്ക് നോക്കിയിട്ട് തന്നെയാണ് നമ്മളെ പ്രാർത്ഥന പോലും, അല്ലെങ്കിൽ പ്രയാമ്പിളും പടികളും എല്ലാം അതിലുള്ള സാധനമാണ് നമ്മളെടുത്ത്. അത് നമ്മൾ വേറെ വിധത്തിൽ ഫോമുലേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ എന്തൊക്കെ പേപ്പറായിട്ടോ ഉപയോഗിക്കുന്നതിലൊന്നും തെറ്റില്ല. അതിലുള്ള അത് വിട്ട് ഒരു കളി വേണ്ട എന്നാ പറയുന്നത്. അപ്പൊ അതിലുള്ള ആദ്യത്തെ ലൈനും മദ്യത്തിന് മുന്നിൽ ശക്തിഹീനൻ, ജീവിതം അനിയന്ത്രിതമായ ജീവിതം ചിട്ടപ്പെടുത്താനും കുറച്ചെങ്കിലും മാറ്റാനും. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, വൺസ് ആൻ ആൽക്കഹോളിക് ഓൾവേസ് ആൻ ആൽക്കഹോളിക്. ഞാനല്ല ചത്ത് കഴിഞ്ഞാലും ആ ആത്മാവ് പോലും അതേ പരിപാടിയിലാണ്. ആത്മാവ് ചത്തു കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ 2 പെഗ്ഗടിക്കാൻ പോകും മേലെ സ്വർഗത്തിലേക്ക് എന്നുള്ള ചോദ്യം ചോദിച്ചിട്ടേ പോകുള്ളൂ. അതുകൊണ്ട് അതൊന്നും മാറൂല. അതെല്ലാം നമ്മളെ ജനറ്റിക്, അല്ലെങ്കിൽ നേരത്തെ സുഹൃത്ത് പറഞ്ഞ പോലെ അതൊരു ജീനിന്റെയോ, അല്ലെങ്കിൽ എൻ്റെ അച്ഛനെല്ലാം കുടിക്കാത്ത ആളാ. 1 ഗ്ലാസ് മധുരക്കള്ള് കുടിച്ച് ഛർദിച്ചപ്പോ എൻ്റെ അമ്മ ചോദിച്ചിരുന്നു, എല്ലാം ഈ ചെക്കൻ്റെ അച്ഛൻ തന്നെയാണ് നിങ്ങൾ? അവനത് ഒരു ആപ്പ് അടിച്ചിട്ട് നല്ല കുന്തം പിഴിഞ്ഞല്ല അതാ ഇരിക്കുന്നത്. അപ്പോ ജനറ്റിക് എന്നൊന്നും പറയാനൊന്നും പറ്റില്ല. ഇത് എല്ലാവർക്കും ഒരു കുടുംബത്തിൽ തന്നെ ചില 4-5 ആൾക്കാരുണ്ടെങ്കിൽ ഒരുത്തരല്ലേ അങ്ങനെ ആകുന്നത്. നമ്മളതിൽ തന്നെ പറയുന്നുണ്ട്, ആ രോഗം വിവരിക്കുമ്പോൾ 100 പേര് കുടിക്കുന്നുണ്ടെങ്കിൽ അത് 10% മുതൽ 35% വരെ ആൾക്കാർക്കാണ് ഈ അലർജിക് ഡിസീസ് ബാധിക്കുന്നുള്ളൂ. ഇത് ബാധിച്ചു കഴിഞ്ഞാൽ വേറെ രക്ഷയില്ല. മരുന്ന് ഡീഅഡിക്ഷൻ സെന്റർ മറ്റേതുള്ള ടെമ്പററി സൊല്യൂഷനാണ്. അത് കഴിഞ്ഞതിന് ശേഷം തുടർച്ചയായി ഈ സുബോധാവസ്ഥ നിലനിർത്തണമെങ്കിൽ ഏല് വേണം. സുബോധാവസ്ഥ എന്ന് മീൻ ചെയ്യുന്നത് വെറും കുടിക്കാതെ ഒരു അവസ്ഥയല്ല. ശരിക്കും വിഭാവന ചെയ്തു, അല്ലെങ്കിൽ ഒരു ആത്മീയത എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു നല്ല ആരെയും ഡിസ്റ്റർബ് ചെയ്യാത്ത ഒരു ആരെയും വേദനിപ്പിക്കാതെ, ജീവിതത്തിൽ എല്ലാരെയും വേദനിപ്പിച്ച് എന്നെ കൊണ്ട് ഉറക്കം പോയ ആൾക്കാരെ അധികം ഉണ്ടാകും. അങ്ങനത്തെ സ്ഥിതിയിൽ ഞാൻ ഈ പ്രോഗ്രാമിന് വന്നു കഴിഞ്ഞാലെങ്കിലും കുറച്ചെങ്കിലും മാറാൻ ഞാൻ തയ്യാറാണ്. ഞാൻ കുടിക്കുന്നില്ല. അപ്പോഴാണ് തൂത്തുകുടിയിലാണ് ഒരു സമയത്ത് ഒരാൾ ചോദിച്ചത്, നായി പേയ് പന്നിയെല്ലാം കൂടെ കുടിക്കുന്നില്ല, എന്താ കാര്യം എന്നാ ചോദിച്ചത്. അതെനിക്കൊരു ഭയങ്കര ടേണിംഗ് പോയിന്റ് മീൻസ് അതിന് മുമ്പേ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് പഠിപ്പിച്ച് തന്നിരുന്നു, അല്ലെങ്കിൽ അവർ ജീവിച്ച് കാണിച്ചു തന്നിരുന്നു. എടാ ഇങ്ങനെയാണ് ജീവിതം, അല്ലാതെ കുടിക്കാതിരിക്കുന്നതല്ല. കുടിക്കാതിരുന്നിട്ട് നിന്റെ കുടുംബത്തിനും വേറൊരു മദ്യാസക്തനും എങ്കിലും ഒരാൾക്കെങ്കിലും നിന്നെ കൊണ്ടൊരു ഉപകാരം ഉണ്ടാകും. ആ ഉപകാരം ഉണ്ടെങ്കിൽ നീ ബിഗ് ബുക്കിൽ വായിച്ചത് നേരെ ഇങ്ങനെ പഠിച്ചു പറഞ്ഞു കൊടുക്കലല്ല, അത് നിന്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടാണ്. അതാണ് അനുഭവം, അല്ലാതെ അറിവല്ല അനുഭവം. അനുഭവം എന്ന് പറഞ്ഞാൽ ആ പറയുന്ന അറിവ് എൻ്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കിയിട്ട് അതിൽ വരുന്ന എല്ലാവർക്കും ഈ സത്യസന്ധനായിരിക്കുക എന്നുള്ള ഒരു വേർഡ് പറയും, they won't be true.
നിനക്ക് തന്നെ സത്യസന്ധനായി ഇരിക്കാതെ. എനിക്ക് ഏഴ് വന്നതിന് ശേഷം എനിക്ക് ഏറ്റവും വലിയ ഒരു ടാസ്ക് അതായിരുന്നു. എനിക്ക് ഒരു 5 മിനിറ്റില് ഒരു പ്രാവശ്യം ഈ തമിഴും പറയുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് തമിഴ് കയറി വരും. 5 മിനിറ്റില് ഒരു കളവ് പറഞ്ഞിട്ടില്ല ഞാൻ മരിച്ചു പോകുന്നുള്ള രീതിയിലുള്ള ഒരു മനുഷ്യനാണ്. എന്റെ ഫ്രണ്ട്സ്, ഭാര്യ എല്ലാവരും പറയും ആയി തുറന്ന കളവ് പറയും. അതിനൊരു ചെറിയ ഉദാഹരണം പറയും. ഒരു ദിവസം സോബറ 1100 വേലായുധേട്ടൻ പറയുന്ന പോലെ നമ്മുടെ പണ്ടത്തെ ആ കാലത്ത് ഈ ടച്ച് സ്ക്രീൻ ഒന്നും ഇല്ല. ഇന്നും എന്റെ സാധാരണ ഫോണ് എന്ന് പറഞ്ഞാൽ ടച്ച് തന്നെയാണ്. മറ്റേ 1100 എടുത്തിട്ട് രാവിലെ കഴിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഉപ്മാവാ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സുബോധത്തിലെ അബദ്ധമൊന്നുമല്ല, ഇതെന്റെ ജനറ്റിക് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. പെട്ടെന്ന് ഒരു ഫോണ് വന്നു. മച്ചാ എന്നാ പண்ற അവിടെ സാപ്പിട്ടിട്ട് ഇருக்கு, എന്നാ സാപ്പിടുற? ഞാൻ ഉപ്പാവാ കഴിക്കുന്നത്. എന്റെ ഭാര്യ ഫ്രണ്ടിലുണ്ട്. അവള് ശ്രദ്ധിക്കും. ഈ ആദ്യകാലങ്ങളിൽ ഈ ഫോണ് വരുമ്പോ മറ്റേ ഫോണാ ആൾക്കാർ അവിടെ പോവാ ഇവിടെ പോവാ അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടി ഭാര്യ ഒരു നായിനെ ചങ്ങല ഇട്ട പോലെ കൂടെ ഉണ്ടാവും എപ്പോഴും. അവക്ക പേടി ഈ പണ്ടാരക്കാലിനെ എവിടെയെങ്കിലും പോയിട്ട് ഇത് തൊട്ട് കഴിഞ്ഞാൽ. ഞാൻ മനസ്സിലാക്കിയതിനെക്കാട്ടി കൂടുതൽ അവരെ എല്ലാം തന്നെ പോകുന്നുണ്ട്. കുറിച്ച് കൂടുതൽ അവള് മനസ്സിലാക്കിയത് തന്നെയാണ് ഞാൻ രക്ഷപ്പെടാൻ പറ്റിയത്. കാരണം അവളെപ്പോ വേറെ ഞാന് വെറുതെ അവിടെ പോകുന്നതല്ലേ, നേരത്തെ പറഞ്ഞ പോലെ. അപ്പൊ അതിനും ഒരു ഉദാഹരണം പറയാം. അപ്പോ അയാള് വിളിച്ച് ചോദിച്ചത് എന്താ കഴിക്കുന്നതെന്ന്. ഞാൻ ഉപ്മാവാ കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ അവൻ എന്റെ ഫ്രണ്ട്ഷിപ്പ് ഒന്നും കട്ട് ചെയ്യില്ല. എന്താ ജനിറ്റിക് ആ ഉള്ളിലുള്ള കള്ളൻ അല്ലെങ്കിൽ ഈ കളവ് പറയുന്ന ശീലമുള്ള എന്നെ കുറച്ച് അധികപ്പെട്ടു. ഒരു എന്താ പറയാ ഡാവ് ബഡായി എന്നെല്ലാം പറയും ഞങ്ങളെ സൈഡില്. അങ്ങനെയുള്ള അത് എന്റെ ചെറുപ്പത്തിലേ ഉണ്ട്. 4 വയസ്സ് 5 വയസ്സായപ്പോ തുടങ്ങിന്. അതിന് കുറെ അടിയും കിട്ടിയിരുന്നു വീട്ടില്. അപ്പം ആ ശീലങ്ങളെല്ലാം മാറ്റാൻ പറയുന്നത്. എല്ലാവരും ബാങ്ക് കൊള്ളയടിക്കുന്ന അല്ലെങ്കിൽ ഒരു പെണ്ണിനെ മറ്റേ ചെയ്യുന്നതെല്ലാം നിർത്താറൊന്നും പറയുന്നില്ല. ബേസിക്കൽ നിന്റെ ഗുണം ഓൾട്ടർനേറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയും. അത് എന്നിനുള്ളിലുള്ള ആ ഒരു ചില ഉണ്ടാക്കിയെടുത്ത വ്യക്തിഗതമായ ഞാനൊരു ചീത്തയാകാൻ വേണ്ടിയിട്ട് ഈ മദ്യം പോലും അതിനു വേണ്ടി കൂട്ടുപിടിച്ചതാ. എനിക്കിങ്ങനെ ആള് ശ്രദ്ധിക്കണമെന്ന്. എവിടെ പോയാലും ഞാൻ ആളാണ്. അതിന് തമിഴിൽ പറയുന്ന ഒരു വേർഡുണ്ട്, കല്യാണ വീട്ടിൽ മാപ്പിള മരിച്ച വീട്ടില് പോണം. ഇങ്ങനെ ആയിരിക്കണം എന്റെ പരിപാടി. എവിടെ പോയാലും ഭയങ്കര ഒച്ചപ്പാട്, ചീത്ത വിളിക്കല്, ഇതെല്ലാം സാധാരണ രീതിയിൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അതിനാണ് ഈ മദ്യത്തിനെ കൂട്ടുപിടിച്ചത്. ശരി, ഇപ്പം സുബോധാവസ്ഥയിൽ വന്നു. അന്നേരം എന്റെ ഭാര്യ പറഞ്ഞൊരു വേർഡ് ഉണ്ട്. അതായത് വന്നതിന് ശേഷം എനിക്ക് കൂടുതൽ അരോചകമായ കാര്യങ്ങൾ ഭാര്യ കണ്ടമാനം ചീത്ത മീൻസ് റിയാലിറ്റി അവൾ വിളിച്ചു പറയാൻ പറ്റും. അരിയില്ല, മോക്ക് 15-ാം തീയതി ഫീസ് കെട്ടണോ. എന്റെ മൂത്ത മോള് 11-ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഞാൻ 7. അവള് 12-ാം ക്ലാസ് നല്ല രീതിയിൽ എഴുതിയെടുത്ത് അവൾക്ക് നല്ലൊരു കോളേജിൽ കൗൺസിലിംഗ് കിട്ടി. ഫസ്റ്റ് സെമസ്റ്ററിന്റെ ഫീസ് കെട്ടണം 30,000 രൂപ. അത് എന്റെ ഭാഷയിൽ എനിക്കുള്ള ജോലിയുടെ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ വെറും only 30,000. കാരണം 3 ലക്ഷം 30 ലക്ഷം വരെ കെട്ടിയിട്ട് മെഡിക്കൽ സീറ്റെല്ലാം വാങ്ങുന്ന ആൾക്കാർ ഇപ്പൊ നമ്മള് ബാലകൃഷ്ണൻ നായരെല്ലാം പറഞ്ഞ പോലെ അവരെല്ലാം മക്കളെല്ലാം മെഡിക്കലെല്ലാം പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ വലിയ പൈസ ചെലവാണ്. ഇത് മക്കളുണ്ടാക്കിയാൽ മതിയാ. മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് വിചാരിച്ച് എല്ലാവരും മെഡിക്കൽ പഠിപ്പിക്കണം എന്നല്ല പറയുന്നത്. പ്രാക്ടിക്കലായിട്ട് ആ കുട്ടികൾ നന്നായിട്ട് പഠിക്കാൻ വേണ്ടി ആഗ്രഹം നമ്മൾ പഠിപ്പിക്കുന്നത് നമ്മളെ കടമയല്ലേ. എന്റെ കടമ അതൊന്നല്ല. എനിക്ക് കുടിച്ചാൽ പോരെ. അപ്പൊ ഈ കുടി നിർത്തിയപ്പോ പ്രശ്നമായത്. അന്നേരമാണ് ഫീസ് കെട്ടാൻ പറയുന്നത്. 30,000 രൂപ എന്റെ മുമ്പിൽ അതൊരു മലയായിരുന്നു. ഞാൻ കുടിക്കുന്ന കാലത്ത് ഞാൻ വലിയ ഇതായിട്ട് പറയുന്നല്ല, ഒറ്റ സെഷനിൽ 10 റുപ്യ കളിച്ചിട്ട് 30,000 രൂപ വാങ്ങിയിട്ട് ആർക്കോ എന്തിനോ വേണ്ടി ചെലവാക്കി. അതിലൊരു 10 റുപ്യ പോലും എന്റെ വീട്ടിലേക്ക് ഉണ്ടാകും. അത് അവര് പലിശക്കാര് അതിന്റെ ഒരു ബോണസ് എന്തോ വന്നപ്പം അതിന്റെ ഡബിൾ ആയിട്ട് എടുക്കുകയും ചെയ്തു. അവര് അതിനാണല്ലോ പലിശ കൊടുക്കുന്നത്. പിന്നെ വെറുതെ എന്നെ പോലത്തെ ആൾക്കാരെ ഇത് ചെയ്യാണ്. ഇതില് 30,000 രൂപ എന്റെ മോക്ക് ഒരു സീറ്റ് കിട്ടിയിട്ട് കെട്ടാൻ വേണ്ടി ചോദിച്ചിട്ട്
പല സ്ഥലങ്ങളിലും ഈ പലിശക്കാരൻ്റെ അടുത്തും മറ്റേ അടുത്തും. സുബോധവനായാലും ഞാൻ എന്നെ വിശ്വസിച്ച ഒരു ഗവൺമെന്റ് ജോലിക്കാരനാ. തരണ്ടേ ആൾക്കാർ? പലിശക്കെങ്കിലും തരണ്ടേ? അവർ തന്നേനെ. കാരണം എന്താന്ന് പറഞ്ഞാൽ നിങ്ങളിതൊരു വേറെ വിധത്തിൽ എടുക്കരുത്. ഈ പലിശക്ക് എനിക്ക് തരാതിരുന്നതിന്റെ കാര്യം, നേരത്തെ ഞാൻ ഓവർഫ്ലോ ആണ്, എന്റെ കപ്പാസിറ്റീന്റെ മേലെ പൈസ വാങ്ങി വെച്ചിരിക്കുന്നു. അത് എത്രയെന്നൊന്നും വേണ്ട, അത് ഇനിയും തീർന്നിട്ടില്ല എന്ന് തന്നെ പറയാം. അത്ര വാങ്ങി വെച്ചിരിക്കുന്നു. അവർ തമ്മിൽ കണക്ഷൻ ഉണ്ടാവും. ഒരാൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക്, അതായത് എംപ്ലോയീസിന്, മറ്റേ ഇത് ആളാണ്, നിങ്ങൾ കൊടുക്കരുത്. നമ്മളെ ATM എല്ലാം അയാൾ എടുക്കാം, ചെക്ക് ബുക്ക് അടക്കം, അങ്ങനെയുള്ള രീതി. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, നിങ്ങളധികം ഇങ്ങനെയെല്ലാം പറയുന്നതിന്റെ കാര്യം തന്നെ, നിങ്ങളിൽ ആരും വീണ്ടും ഒരു മദ്യത്തിനോ അല്ലെ കുടുംബത്തിനോ ഇതാക്കാൻ വേണ്ടിയിട്ട് ഈ കുടിച്ചിട്ട് നമ്മൾ മരിക്കുന്ന വലിയ കാര്യമൊന്നുമല്ല. കുടുംബം നന്നായി ജീവിക്കും. കുടിക്കാതെ ഞാൻ ഉണ്ടെന്നും പ്രതീക്ഷിച്ച് നിൽക്കുന്ന കുടുംബത്തിന് വിലങ്ങ് തടിയായി നിൽക്കുന്ന ഒരു കുടിയനെ കൊണ്ട് പെടുന്ന പാട് ഇയാളെ എടുത്ത് കളയാനും പറ്റൂല. അച്ഛൻ ഭർത്താവ് എന്നും പറഞ്ഞ് വെക്കുകയും വേണം. ഇയാളെ കൊണ്ട് ഒരു ഉപകാരവും. അങ്ങനെ 30,000 രൂപയ്ക്ക് ഇച്ഛ വരച്ച് അവസാനം എൻ്റെ ഭാര്യന്റെ കാലിൽ തന്നെ പോയി വീണു. മോളെ, തേനെ പാലേ, നീ എന്നെ ശരിയാക്കി തരണം, നിന്റെ മോളും കൂടിയല്ലേ. എന്റെ മോളെന്നല്ല, നിങ്ങൾക്ക് വേണേ നിങ്ങൾ അത് കുടിക്കുന്ന കാലത്ത് എന്റെ മോള്, ഇപ്പൊ നിങ്ങളെ മോള് വേണേ കെട്ടിക്കൊണ്ടാവുന്നു. എന്താ നീ ഇങ്ങനെ പറഞ്ഞ? അവളെ അച്ഛൻ്റെ അടുത്ത് പോയി പൈസ വാങ്ങിക്കാനായി ഐസ് വെക്കുന്നത്. എന്നോട് പറഞ്ഞു, ഞാനിനി നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളെ മക്കൾക്ക് വേണ്ടി ഇനി എൻ്റെ അച്ഛൻ്റെ അടുത്തൊന്നും പോയി നിൽക്കാൻ പോവുക. കാരണം ഞാൻ കുടിക്കുന്ന കാലത്ത് കുറേ സ്വർണവും ഇതെല്ലാം കാര്യമാക്കിയതിന് ശേഷം ഒരു 2 ലക്ഷം റുപ്യ അവസാനം ഒരു പൈസ കെട്ടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് കഴുത്തിൽ കത്തി വരുന്ന പോലെ ഓരോ ഇത് വരും. കോർട്ട് കേസ്. അവൾ അച്ഛൻ്റെ അടുത്ത് ആ പൈസക്ക് പോയി നിന്നിട്ട് ഒരു ഹോൾ നൈറ്റ്, ഒരു രാത്രി ഫുള്ളായിട്ട് ഉറങ്ങാതെ അവളെ കരയിച്ചുകൊണ്ട്, കുടിച്ച ഞാനാ, അവളെ കരയിച്ചുകൊണ്ട് അവളെ ചീത്ത പറഞ്ഞിട്ട് ആ പൈസ അവരെനിക്ക് അവളുടെ അടുത്ത് കൊടുത്തയച്ചു. അവളുടെ അടുത്തല്ല കൊടുത്തയച്ചു, അവരെന്നെ കൊണ്ടുവന്നു ആയിരിക്കും കൊടുക്കേണ്ട ആൾക്ക്. കാരണം അത് വലിയ പ്രശ്നമായി പോയി. ഇങ്ങനെയെല്ലാം ചെയ്ത ആൾക്കാരോട് ഒരു ബോണ്ടേജിന് കുറച്ചു കാലമെല്ലാം കൂടി നിർത്തും, പിന്നെയും തുടങ്ങും എന്റെ പരിപാടി. ഇങ്ങനെയായിരുന്നു ഈ ഇതില്ലേ. അവർക്ക് കുറച്ചെല്ലാം ഏനെ കുറിച്ച് മനസ്സിലായി എന്ന് പറഞ്ഞില്ലേ. അതില് അല്ലെന്നെ കൂടെ പോകുമ്പോ ഞങ്ങൾ കുറെ കൂട്ടരുണ്ട്, നെയ്വെല്ലേൻസ്. അവര് പറയും, ഈ പെണ്ണുങ്ങൾ ഈ അലനൻ മീറ്റിങ്ങിൽ പോയി കഴിഞ്ഞാൽ, എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, അവൻ മരിച്ചുപോയി, സൂയിസൈഡ് ചെയ്തു. അവന്റെ ഭാര്യയും 2 പെൺകുട്ടികളും തന്നെ. ഞങ്ങളൊരു ഈ കുടുംബരോഗം എന്ന് പറഞ്ഞ പോലെ തന്നെ അലറ്റിൻ, എലനൻ എല്ലാവരും. ഈ എലനനിൽ വരുന്ന കൂട്ടർ പെണ്ണുങ്ങൾ പോയി കഴിഞ്ഞാൽ, ഇത് നിങ്ങളൊന്നും വേറെ വിധത്തിൽ എടുക്കരുത്, ഇത് ഇവര് വായി കൂടുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എന്റെ ഭാര്യ എന്നെ പേടിച്ചിട്ടൊന്നുമല്ല, ഇവനെല്ലാം എന്ത് ചെയ്യാനും പറ്റാനോ ഇങ്ങനെ എന്താ ജീവിതം ഇവർക്ക് വേണ്ടി ഞാൻ കെണിഞ്ഞു പോയി, 2 എണ്ണം പ്രസവിച്ചും പോയി, ഇതെല്ലാം ശരിക്കും അറിയുന്നതാണ്. അപ്പം ഇനി ശരിയാക്കാൻ പറ്റൂല എന്നുള്ള രീതിയിൽ അധികം അവസാന കാലങ്ങളിലെല്ലാം എന്നോട് കുടിക്കാൻ പോയിക്കോന്നാ പറയുന്നത്, കുടിക്കണ്ടെന്ന് പറയുന്നില്ല. കാരണം ഞാൻ കുടിക്കാതെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ അവക്ക് പ്രശ്നം, മുഖം കാണാൻ. ഒരു ദിവസം ഒരു ഫുൾ ഡേ എന്നെ പിടിച്ചു വെച്ചവള് പോണ്ടെന്ന്. അവസാനം വൈകുന്നേരം 7:30 അവള് തന്നെ 100 രൂപ എൻ്റെ കൈ തന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പോയി കുടിച്ചോ, എനിക്ക് നിങ്ങളെ മുഖം കാണാൻ പറ്റും. മുഖം കാണാൻ സൗന്ദര്യത്തിന്റെ അല്ല, എനിക്ക് ആകെ വിഷമായിട്ട് ഞാനാകെ എന്താ പറയാ, പുഴുവിനെ പോലെ ഇങ്ങനെ തുടിക്കുകയായിരുന്നു. അത്രത്തോളം ഈ രോഗത്തിന്റെ കാഠിന്യം അറിഞ്ഞ കൂട്ടർ. അതുകൊണ്ടാ പറയാ, ഈ റോക്ക് ബോട്ടം അല്ലെങ്കിൽ ഇതിന്റെ അടിത്തട്ടലിലേക്ക് നിങ്ങളൊന്ന് പോകുന്നതിനെ മുമ്പ് ദീപു അടക്കമുള്ള കുടുംബക്കാരോട് റിക്വസ്റ്റ് ചെയ്യാം. അത് കെഞ്ചി കേൾക്കുന്നതെന്നാ ശരിക്കും പറയല്ലേ, ഏടെ ഭാഷയിൽ നിങ്ങളോട് മൺറാടി കേൾക്കുന്നത്. അതായത് നിങ്ങൾ ഇത് വീണ്ടും ഈ കുടിയിലേക്ക്, അത് അവർ ചെയ്യില്ല. കാരണം ഒരു നല്ല ഇതാണ്, ആ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അവർ നിന്നോളൂ. അപ്പൊ ഞാൻ പറയാൻ വരുന്ന ഇത് വെറും ഒരു 30,000 രൂപയ്ക്ക് ഞാൻ പെട്ട പാട്. അവസാനം എൻ്റെ ഭാര്യ തന്നെ അവളുടെ ഒരു സുഹൃത്തിനോട്, നെയ്വേലിലുള്ള ഒരു സുഹൃത്തിനോട് വാങ്ങിച്ചിട്ട് എന്നോട് കണ്ടീഷനാ പറഞ്ഞത്, ഒരു മാർച്ച് എന്തോ ആ സമയത്ത് കെട്ടിയിട്ട് ജൂൺ ആകുമ്പോൾ തിരിച്ചു കൊടുക്കുന്നു. എനിക്ക് വാങ്ങാനേ അറിയുള്ളൂ, അത് അവൾക്ക് നന്നായിട്ട് അറിയാം, തിരിച്ചു കൊടുക്കാൻ അറിയില്ല. അത് ഏതായാലും ശരി,
50,000 100,000 200,000 ഇതെന്റെ ആറ്റിറ്റ്യൂഡാ. എന്ത് 100 രൂപ അല്ലേ? അതേ ചോദ്യം അവളോട് ഞാൻ ചോദിച്ചു. അത് കുടിക്കുന്ന സമയത്ത് ഞാൻ പറയുന്ന പോലെ ഈ തിരിച്ച് കിട്ടൂല എന്ന് വിചാരിച്ച എല്ലാരും എനിക്ക് പൈസ തരുന്നത്. അത് പോയി. കുടിക്കാതെ പൊസിഷനില് 30,000 റുപ്യ മോക്ക് സെമസ്റ്റർ ഫീസ് കിട്ടിയത് എന്നോട് പറഞ്ഞ് അവളെ ഫ്രണ്ടിന്റെ അടുത്ത് നിന്നാ വാങ്ങിച്ചു തരുന്നെന്ന് പറഞ്ഞ്. അവിടുത്തെ വേറെ സ്വർണ്ണം ഒന്നുമില്ല. താലി എന്ന് പറയുന്നത് ആ ചെറിയൊരു സാധനം. അത് മറ്റേ റോൾഡ് ഗോൾഡിന്റെ ചെയിനിലാണ്. അല്ല 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് ചെറിയ ഒരു ഇത്. അത് ഇടക്കിടക്ക് അവളെ വിധവയാവും. അല്ല, വിധവ എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറയാ, അതിന് ഭാര്യ മരിച്ച് ഈ ഭർത്താവ് മരിച്ചാലാണല്ലോ ഭാര്യന്റെ താലി ഇറങ്ങുക. അതുപോലെയാവും. ഇടക്കിടക്ക് അത് മറ്റേ ഇതിൽ പോവും. എന്താ, സ്കൂളിൽ പഠിക്കാൻ പോകുന്ന പറയും. ഈ ഇത് പലിശക്ക് വെക്കും അത് അർജന്റിന്. അതെല്ലാം കഷ്ടമാണ്. എനിക്ക് ഈ കിട്ടാൻ അവസാനം റിട്ടയർ ആകുമ്പോ കിട്ടുന്ന കാര്യങ്ങൾ പോലും ഒരു ഇതുപോലെ ഒരു 100 ഷെയർസ് ഞങ്ങൾക്ക്, അതെല്ലാം ഞങ്ങളെ ഒരു കമ്പനിയുടെ ഒരു പ്രിവിലേജാണ്. ഞങ്ങൾക്ക് തരുന്ന ഒരു ഷെയർ ഇന്നും എല്ലാവരുടെ അടുത്തും ഉണ്ടാവും ഷെയർ. അത് ഞങ്ങൾക്കൊരു അതിന്റെ ഡിവിഡൻഡ് കിട്ടും. അത് നല്ലൊരു നെയ്വേലി പോലെയുള്ള ഒരു കമ്പനി. ഞാൻ ആ കിട്ടിയ അന്നത്തെ ദിവസം വെറും 1,600 റുപ്യക്ക് കുടിക്കാൻ വേണ്ടി വിറ്റ സാധനമാണ്. എന്റെ മക്കൾ അനുഭവിക്കണ്ട, എന്റെ ഭാര്യ ചെയ്യണം. അപ്പൊ അവരിപ്പോ തെറി പറയുന്നതിൽ എന്ത് തെറ്റാറുണ്ട്? അവര് ഈ തെറി പറയുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നതിൽ എന്ത് ലോജിക്കാണ്? ഇതെല്ലാം സുബോധ ജീവിതത്തിൽ ഞാൻ ഈ പ്രതിസന്ധികൾ, അതായത് എനിക്ക് ഭാര്യ ചീത്ത പറഞ്ഞ തീരെ ഇഷ്ടം. ഭാര്യ ചീത്ത പറഞ്ഞ ആർക്കും ഇഷ്ടാവില്ല, അത് നോർമൽ. അല്ല ആരെങ്കിലും ഇപ്പൊ ഞാൻ കുടിക്കുന്നില്ല, നീ ചീത്ത പറഞ്ഞു, ഞാൻ സുബോധവാനാണ്, ആരെയും പറയും ഇല്ല. പക്ഷെ ആ ഒരു മയത്തിൽ ചീത്ത കിട്ടണമെങ്കിൽ ഇപ്പൊ ചെയ്യുന്നത് കുറച്ചെങ്കിലും നല്ല കാര്യങ്ങളായിരിക്കും. ഇപ്പോ അതേ ഡൂയിങ് ദ സെയിം മിസ്റ്റേക്ക് എക്സ്പെക്ടിങ് ബെറ്റർ റിസൾട്ട് എന്ന് പറയും. ഒരു ഇംഗ്ലീഷിൽ നിന്നൊന്നും വിചാരിക്കേണ്ട നിങ്ങൾ. അതായത് ചെയ്തുകൊണ്ടിരിക്കുന്ന വിഡ്ഢിത്തരം ചെയ്തുകൊണ്ടേയിരിക്കും, പക്ഷേ റിസൾട്ട് മാത്രം പുതിയതായിരിക്കണം. ഇത് കുടിയല്ല, കുടിയില്ലാത്ത ജീവിതം. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. ഈ 30,000 കാര്യം പറഞ്ഞു നിർത്തിയിട്ട് മറ്റേ കാര്യം കേൾക്കുക. 30,000 കെട്ടി. എന്റെ മോക്കും അവള് കോളേജിൽ പോയി, അവള് ഹോസ്റ്റലില് ഹാപ്പി, ഞാൻ അതിനെക്കാട്ടി ഹാപ്പി. ഒന്നിന്റെ പ്രശ്നം കഴിഞ്ഞല്ലോ. ഇനി അടുത്തതിന്റെ മറ്റുള്ള 6ാം ക്ലാസ് 12 കഴിയണം, പിന്നെ അവൾക്ക് കോളേജിൽ പോകണം. അന്നേരം നോക്കാൻ ഞാൻ ഈ വൺ ഡേ അറ്റ് എ ടൈം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കുടി മാറ്റി നിർത്തുന്നത് മാത്രമല്ല, ഞാൻ ഈ വൺ ഡേ അറ്റ് എ ടൈമിൽ എപ്പോഴും പറഞ്ഞ് ജീവിച്ചതാണ്. നാളത്തേക്ക് എടുത്തു വെച്ചിട്ട് എന്തിന്? ചത്തുപോയാൽ ആരെയാ കൊണ്ടുപോകാൻ? ഭയങ്കര ലോജിക്കെല്ലാം പറയും. എനിക്ക് 2 പെൺകുട്ടികളാണ്, എൻ്റെ അടുത്ത് ഒന്നുമില്ല, അത് വേറെ കാര്യം. 2 പെൺകുട്ടികളാണ്, എൻ്റെ മരുമക്കൾക്ക് തിന്നാനാണ് ഞാൻ സമ്പാദിക്കേണ്ടത്. നമുക്കുള്ളത് അടിച്ച് പൊളിച്ച് ജീവിക്കാം. എൻ്റെ മക്കൾ അതിനെ കാര്യം അവരും പറയാം, എന്നാ പിന്നെ അച്ഛന് ഒന്നും ഇല്ലാത്തതിന് ഇതെങ്കിലും നടക്കട്ടെ എന്ന് വിചാരിക്കും അവർ. അപ്പൊ ഈ പൈസ തിരിച്ചു കൊടുക്കാൻ ജൂൺ ആയപ്പോൾ അവള് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞ ഇത് 30,000 രൂപ കൊടുക്കൂല. അവരുടെ അടുത്തുള്ള കുറെ പൈസ ഉണ്ട്. അവളെ സുഹൃത്താണ്, അതായത് എന്നെ അറിയാം അവർക്ക്. അവിടെ അവരുടെ കോടിക്കണക്ക് പൈസ ഉണ്ട്. അത് വിചാരിച്ചിട്ട് ഞാൻ ചോദിച്ച പൈസ, എൻ്റെ മോക്ക് വേണ്ടി കെട്ടിയ ഫീസിന് കെട്ടിയ പൈസ, അത് തിരിച്ചു കൊടുക്കണം എന്നുള്ള ഒരു ബോധം എനിക്ക് വേണ്ടേ. അതാണ് ഞാൻ സുബോധത്തിൽ കാണിച്ച വിഡ്ഢിത്തരം. എന്നോട് പഴമക്കാര് ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. ഒരു വർഷമെല്ലാം കഴിഞ്ഞ് ഒരു ടോക്കൺ കഴിഞ്ഞപ്പം ചെന്നൈയിൽ ഒരു മൂത്ത ഒരു സീനിയർ ഒരാൾ 25 വർഷം ടോക്കൺ വാങ്ങുമ്പോൾ ഒരു 3 സ്റ്റാർ ഹോട്ടലിൽ നല്ലൊരു ഇത് വെച്ചപ്പം ലിമിറ്റഡ് പേഴ്സൺസിനാണ് അവരൊരു ഇൻവൈറ്റ് ചെയ്ത്. അതിൽ ആ സീനിയേഴ്സ് കുറെ ഉണ്ടായ കൂട്ടറെ എനിക്കും എന്തോ ഒരു ഭാഗ്യം, എന്നെ അവർ അട്രാക്ട് ചെയ്തുകൊണ്ട് വിളിച്ച്. ഇന്നും ഓർമ്മ ഉണ്ടായതെല്ലാം. അതിൽ ഏറ്റവും സീനിയർ ആയ ആൾ ഇന്നും ചെന്നൈയിലുണ്ട്, ബാംഗ്ലൂരുണ്ട്. അദ്ദേഹമാണ് എന്നെ വിളിച്ച് പറഞ്ഞത്, യു ആർ നോട്ട് ഓൺലി പവർലെസ് ഓവർ ആൽക്കഹോൾ. അത് കാര്യങ്ങൾ എൻ്റെ സീനിയർ പറഞ്ഞു കൊടുത്തിട്ട് അയാൾ പറയുന്നു. കാര്യം ഇല്ലെങ്കിൽ അങ്ങനെ ആരും പറയില്ല. യു ആർ പവർലെസ് ഓവർ സെക്സ്, മണി, പവർ. എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. നിങ്ങൾ ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ട് മനസ്സിലായിട്ടില്ല അതല്ല, അവർ തമിഴിൽ പറഞ്ഞാലും മലയാളത്തിൽ പറഞ്ഞാലും എനിക്ക് ആ കാര്യം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല.
സെക്സിന്റെ മേലെ പവർലെസ്. അങ്ങനെ പറഞ്ഞാൽ എന്താ? മണീന്റെ മേലെ പവർലെസ്. അങ്ങനെ പറഞ്ഞാൽ എന്താ? പവർ എന്ന് പറയുന്നത് അത് തീരെ ഇല്ല. എന്താ പറയാ, എവിടെ കിടക്കാതെ അപ്പം കാണുന്നവൻ അപ്പാന്ന് വിളിച്ചിട്ട് എന്തിനും റെഡിയാക്കി. പൂര വീട്ടിൽ കിടക്കണോ കിടക്കും. AC റൂം അല്ലെങ്കിൽ AC കാർ അല്ലെങ്കിൽ ഇതെല്ലാം എനിക്ക് ഇഷ്ടമാണ്. അത് തന്നെ വേണമെന്ന് പർട്ടിക്കുലർ ആയിട്ടൊന്നും ഞാൻ ആഗ്രഹിക്കില്ല. അതായത് അധികാരമോഹമൊന്നും ഇല്ല വലിയ. അതിന് ഞാൻ പ്രാപ്തനല്ലാന്ന് എനിക്കറിയാം. ഈ ആദ്യം പറഞ്ഞ രണ്ട് കാര്യം, ഈ രണ്ട് കാര്യത്തിന് ഞാൻ അവരടുത്ത് ആർഗ്യൂ ചെയ്തു എന്നുള്ളത്. ഈ നേരത്തെ പറഞ്ഞില്ല, 30,000 രൂപ ഒരാളടുത്ത് കടം വാങ്ങി ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ 7ാം പാരമ്പര്യം സെൽഫ് സപ്പോർട്ടിങ് എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ 10 റുപ്യക്ക് ഇറ്റിയിട്ട് 20 റുപ്യക്ക് ചായയും കടിയും കുടിച്ചിട്ട് വരുന്ന കാര്യമല്ല. ഈ സെൽഫ് സപ്പോർട്ടിങ് എന്റെ ജീവിതത്തിൽ ഞാൻ ഇതാക്കേണ്ടതുണ്ട്. അവിടെയാണ് ഞാൻ ആ റിയാലിറ്റിയിൽ തോറ്റുപോയത്. നേരത്തെ കുടിച്ചിട്ട് ഞാൻ എന്ത് ഇതാക്കി കഴിഞ്ഞാലും ആദ്യം എന്റെ അച്ഛൻ, അമ്മ, ഇന്നത്തെ കാലങ്ങളിൽ അവളച്ഛൻ അല്ലേ അവളെ സ്വർണം, ഇങ്ങനെ ഡിപ്പെൻഡൻസിയിൽ ജീവിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും കടങ്കാണ് ആരടുത്തും ഞാൻ വാങ്ങിച്ച പൈസ തിരിച്ചു കൊടുക്കുകയില്ല. അത് എല്ലാവർക്കും അറിയാൻ ചെയ്യും. അതുകൊണ്ട് തന്നെ അവളെ അവസാനം അവളെ അച്ഛൻ്റെ അടുത്ത് എങ്ങനെയോ തിരിച്ചിട്ട് ആ പൈസ കെട്ടിയത്. എന്നിട്ട് അടുത്ത റിയാലിറ്റി, അടുത്ത കാര്യം, എന്നാ പിന്നെ പൈസ ഇല്ല, ഞങ്ങൾക്ക് ബാങ്ക് ലോൺ എലിജിബിൾ ആണ്. ഇതെല്ലാം ഈ മദ്യപാനം ഇല്ലാത്ത സമയത്ത് എനിക്ക് ഫേസ് ചെയ്യേണ്ട വന്ന പ്രതിസന്ധി ഘട്ടങ്ങളാണ്. എൻ്റെ മോക്ക് ഞാനൊരു സാലറി ഡ്രോ ചെയ്യുന്ന ആ ബാങ്കിൽ എഡ്യൂക്കേഷൻ ലോൺ ഉണ്ട്. എൻ്റെ ഭാര്യ പറഞ്ഞു, നിങ്ങളെ ഏതായാലും ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ പൈസ കെട്ടാനില്ല, നിങ്ങൾ ബാങ്ക് മാനേജർ അടുത്ത് ചെന്നിട്ട്, അപ്പൊ അതിൻ്റെ മറ്റേ ഒരു ഇതെല്ലാം ഫീസിന്റെ സ്ട്രക്ചറും ഇതെല്ലാം അതിനെന്തോ പറയുന്നത്, ആ സാധനം കൊണ്ടുപോയി കൊടുക്കണം. അത് കൊണ്ടുപോയി കൊടുത്ത് അതിന്റെ കാൽക്കുലേഷൻ അവരെല്ലാ പൈസ, ഞാൻ വിചാരിച്ചു അത് പോയപാട്, ഞാൻ വലിയ ആളല്ലേ, ഞാൻ പോയപാട് ഒരു 4 ലക്ഷം റുപ്യ കെട്ടാക്കിയിട്ട് ഇതാ കൊണ്ടുപോയി കൊടുത്തോ, നിന്റെ മോള് നല്ലോണം പഠിക്കട്ടെ എന്ന് പറഞ്ഞ് തരുന്ന ഞാൻ വിചാരിച്ചു. അവര് ഈ സർട്ടിഫിക്കറ്റ് ചോദിച്ചു, ഫോം 12 ഇൻകം ടാക്സ് കെട്ടിയത് ചോദിച്ചു, 3 മാസത്തെ പേ സ്ലിപ്പ് ചോദിച്ചു. അവര് കടം തരുന്നവര് പിന്നെ വെറുതെ തരുമോ? ഇതെല്ലാം കൊണ്ടുപോയി കൊടുക്കാനും ഇതെല്ലാം ഞാൻ അവിടെ ഇത് ചെയ്യുമ്പോൾ എനിക്ക് വിഷമമാണ്. ഞാൻ പോവില്ല. എന്റെ ഭാര്യ പറയും, എല്ലാം മനുഷ്യ അടുത്ത സെമസ്റ്റർ വരുമ്പോൾ ഇനി ഞാൻ ആരടുത്തും വാങ്ങിച്ചു തരൂല്ലേ, സെമസ്റ്റർ ഫീ മാത്രം, ബാക്കി ഹോസ്റ്റലും അവൾ പോക്ക് വരുത്ത് അവളെ വേറെ ചെലവ്, അങ്ങനെ ഈ പുറമെ വേണ്ടാത്തതിന് ചെലവ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐസ്ക്രീം വാങ്ങുക, പെപ്സി കുടിക്കുക, ലഡു തിന്നുക, അല്ലെങ്കിൽ പെട്രോൾ അടിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും സിനിമ കാണുക, എവിടെയെങ്കിലും പോയി എന്തെങ്കിലും കറങ്ങി പിടിച്ച് എന്തെങ്കിലും ഈ കറങ്ങി തിരിയാന്നുള്ള പരിപാടി തന്നെയായിരുന്നു ഒരു സ്ട്രാറ്റജി. എന്നോട് സീനിയേഴ്സ് വിളിച്ചു പറഞ്ഞ കാര്യമാണ്, ഈ ജീവിതം അനിയന്ത്രിതമായി പോയി എന്നുള്ള രീതിയിൽ അവരെല്ലാം ചെയ്ത കാര്യം അവർ എന്നോട് പറഞ്ഞു തരുന്നത്. എനിക്ക് കടമുണ്ട്, ഈ എപ്പോഴും മീറ്റിങ്ങിൽ വന്ന് കടമുണ്ടെന്ന് പറയുന്നു. കടം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എഴുതുന്നത് എൻ്റെ ഏറ്റവും ഫെയിലിയറായ കാര്യം അതാണ്. കാരണം എൻ്റെ ഭാര്യ, 2 കുട്ടികളടക്കം ന്യൂക്ലിയർ ഫാമിലി പോയിപ്പോയി. എൻ്റെ അച്ഛനും അമ്മയും മരിച്ചു, എനിക്ക് ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ ഇല്ല. ആരും ചോദിച്ച പൈസയും കടം തരും. ഈ സുബോധ ജീവിതത്തിൽ നേരത്തെ എന്നോട് കുടിക്കുന്ന കാലത്ത് എൻ്റെ കുടിക്കാത്ത സുഹൃത്തുക്കൾ കുറെ ആൾക്കാർ, വെൽവിഷേഴ്സ്, എന്നോട് എൻ്റെ ഭാര്യനോട് വന്ന് പറഞ്ഞാന്ന് പറഞ്ഞു, നിങ്ങൾക്ക് മാസമായാലും കുട്ടികൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഇതുപോലെ ഞങ്ങൾ വാങ്ങിച്ചു തരാം. എൻ്റെ ഭാര്യ അത് നിരാകരിച്ചു. എന്തിന്റെ ആവശ്യം, അതിനെക്കാട്ടി ഇപ്പൊ ചത്ത് കളയാണ്. ഭർത്താവിന് ജോലിയില്ലേ, ഭർത്താവ് ചത്തിട്ടാണ് ഇവർ സഹായം കൊടുക്കുന്നത്. അതേപോലെ തന്നെ നെയ്വേലി എന്ന് പറഞ്ഞ സ്ഥലം പോലത്തെ അടുത്ത് ഈ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അവൾക്കൊരു വിഡോ ജോലി കിട്ടും. അതും ഓഫർ ചെയ്തു. കുഴപ്പമില്ല, അവൻ ചത്തിട്ട് പോട്ടെ. അവൾ അതും ഞാൻ ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അത് ഭയങ്കര സ്നേഹം കൊണ്ടൊന്നുമല്ല. ഈ പണ്ടാരക്കാലിനല്ല ഇതിനെല്ലാം ഉണ്ടാക്കിയിട്ട് ഞാൻ ഇതിനെ കൊന്നിട്ട് ആ പാവവും കൂടെ എനിക്ക് വേണമെന്ന് ചോദിച്ചു. അപ്പൊ ഈ ഫേസിങ് റിയാലിറ്റി, ഈ റിയാലിറ്റിയിലേക്ക് പോകുമ്പം എനിക്ക് ക്ഷമയില്ല. ബാങ്കിൽ പോയി നിൽക്കാൻ പറ്റൂല. ബാങ്കിൽ പോയ ഉടനെ അയാള് പൈസ ഇട്ട് തരണം. അവസാനം കുറെ ഡെയിലി ഒരു കളവ് പറയുമ്പോഴായിരുന്നു, ഇന്ന് പോയാ നിങ്ങള് ബാങ്കിൽ പോയി നോക്കിയ എന്തായി, അത് ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ അവിടെ പോയപ്പോ മറ്റേ ഈ പറ്റാത്ത കാര്യം, എന്നെ കൊണ്ട് പറ്റാത്ത കാര്യം
പറ്റൂല എന്നല്ല പറഞ്ഞത്, അല്ലെങ്കിൽ എന്നെ കൊണ്ട് വയ്യ, എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റുന്നില്ല, ദേഷ്യ വരെ എന്റെ തെറ്റുകുറ്റങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ എനിക്ക് ദേഷ്യ വരെ. അത് ഈ കാര്യങ്ങൾ മാത്രമല്ല, ഈ പറഞ്ഞ പോലെ ഭാര്യ ഇങ്ങനത്തെ രീതി ഇന്നിപ്പോ ഇന്നും ചീത്ത കിട്ടുന്ന കാര്യങ്ങളാണ്, ഡെയിലി വാങ്ങിക്കുന്നുണ്ട്. സ്വർണത്തിന് ഗ്രാമിന് പൈസ കയറിയാൽ എനിക്കൊരു ചീത്ത കിട്ടും. അമേരിക്കയിൽ പേരക്കുട്ടി എന്തെങ്കിലും ചെയ്താൽ മതി, അതിലൊരു ചീത്ത. നിങ്ങളെ മോളല്ലേ, അത് അങ്ങനെ ചെയ്യുള്ളൂ. ചെറിയ മോളുണ്ട്, അവള് എന്തെങ്കിലും ഒപ്പിച്ചു വെച്ചാല് ഇതാ ചില പോലെ തന്നെ ഇന്നും കിട്ടുന്നുണ്ട്. ശരി, ഓക്കെ, ആ തലങ്ങളിൽ വിട്ട് അടുത്ത സുഹൃത്തുക്കൾ ഭയങ്കര സുഹൃത്തു പോലെയായിരുന്നു. എനിക്കറിയാത്ത ആൾക്കാരില്ല, ഏത് ഏരിയയിൽ പോയാലും. ഇന്ന് ആരോ പറഞ്ഞ പോലെ ഫ്രണ്ട്സിന്റെയും വേണമെങ്കിൽ കുറച്ച് ഏതെങ്കിലും 1-2 ആൾക്കാര് എക്സ്ട്രാ ഉണ്ടാവും. അല്ലെങ്കിൽ എല്ലാ ഇടാകൂടങ്ങളെ ഫോൺ നമ്പറും എൻ്റെ അടുത്ത് ഉണ്ടാവും. അത് പിന്നെ വിവരിക്കാനൊന്നും സമയമില്ല. ഏതായാലും എന്റെ ഫ്രണ്ട്സ് കുടിക്കുന്ന കാലത്ത്, ഈ മോശമായ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, എന്നെ സഹായിക്കാനും ഇത് ചെയ്യാനും പരിതാപം, അതായത് എമ്പതി ആ ഇതില് എന്റെ കുടുംബത്തിന് അതെല്ലാം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം മനുഷ്യ സഹജമായ ഇതാ. ഇവനോ പോക്ക്, ഇവന്റെ ഭാര്യനെയും മക്കളെയും ഒന്ന് സ്നേഹിക്കുക, അല്ലെങ്കിൽ അതിനെല്ലാം ചിലപ്പോൾ അവരെ എന്തെങ്കിലും ബാഡ് നേച്ചർ ഉണ്ടാവും, അല്ലെങ്കിൽ നല്ല സുഹൃത്തുക്കളും ഉണ്ടാവും. അതെല്ലാം നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ. പക്ഷേ മദ്യം നിർത്തിയതിന് ശേഷം എന്നെ ഒന്നിനും കൊള്ളാത്ത ഈ കാറ്റുപോയ ബലൂണ് പോലത്തെ, അവനെ വിളിക്കണ്ട, അവനൊക്കെ അവര് നിയന്ത്രിച്ച് മദ്യപിക്കുന്നവരാ. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ മദ്യപിക്കാനൊന്നും പോയില്ലെങ്കിൽ പോലും എന്റെ സുഹൃത്തുക്കൾ എന്നെ വിളിക്കുന്നില്ല. ഒരു ഫംഗ്ഷന് പോകുമ്പം അവർ പല കല്യാണത്തിനും പലതിനും എന്റെ ഭാര്യയും പറയുന്നത് നിങ്ങൾ പോകണ്ട, പോയി കഴിഞ്ഞാൽ മദ്യപിക്കും. അങ്ങനത്തെ സാഹചര്യങ്ങൾ ഒഴിവാക്കാനാണല്ലോ പറയുന്നത്. അപ്പൊ നമ്മളെ മീറ്റിംഗ് സപ്പോർട്ടീവ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനെല്ലാം രക്ഷപ്പെട്ടു പോയി പലയിടത്തും. അല്ല, ഞാൻ മദ്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ആളാണ് ഞാൻ, സോബറായിട്ട് അങ്ങനെ. മൂന്നാമത്തെ കാര്യമാണ്, മൂന്നാമത്തെ എന്താന്ന് പറഞ്ഞാൽ ഈ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ കുടിക്കുമ്പോൾ എന്റെ ജോലി പലരും ചെയ്തിട്ടാണ്, ഞാൻ ശമ്പളം വാങ്ങിയെന്നല്ല, എനിക്ക് കിട്ടുന്ന പലിശക്കാരിക്കൊന്നും കൊടുക്കാനുള്ളത് കിട്ടിയത്. മദ്യപിക്കാതിരുന്നപ്പം ഞാൻ ഫുൾ ടൈം അവിടെ ഇരിക്കാൻ തുടങ്ങുന്നു. എനിക്ക് ജോലി ഭാരം അധികം തന്നല്ല, അവര് ശരിക്കുള്ള ജോലി ചെയ്യാനുള്ളത് തന്ന. കാരണം ഇവൻ മദ്യപിക്കുന്നില്ല, ഇവൻ ചെയ്യുന്നുള്ള ഒരു കോൺഫിഡൻസ്. എപ്പോഴും മദ്യപിക്കുന്നവരുടെ ഒരു കാര്യം, അവർ ചെയ്യുന്ന ജോലിയിൽ അവർ എക്സ്പേർട്ടായിരുന്നു. ഏത് ജോലിയായാലും, എന്ത് ഇതായാലും, ബിസിനസ് ആയാലും ശരി, എന്തായാലും ശരി, അവര് എക്സ്പേർട്ടായിരുന്നു. അത് വളരെ ഹാർഡ് വർക്ക് അല്ല, സ്മാർട്ട് വർക്ക് ചെയ്യുന്ന പറയാം. ആൾക്കാർക്ക് ഭയങ്കര ഇതായിട്ടല്ല, ഷോർട്ട് കട്ട് ഒന്നുമല്ല, വളരെ ഈസി ആയിട്ട് ചെയ്യുക. അവർക്കത് ഒരു ടാലന്റഡ് ആയിരിക്കും, അങ്ങനെയാ പറയാ. അപ്പൊ എനിക്ക് ജോലി ഭാരം അധികമായി. ഈ ജോലി ഭാരം അധികമായാല് ഞാനത് കാരണം പരിഹാരമാണിത്. നേരത്തെ ചെയ്യാതിരുന്ന ജോലികൾ എനിക്ക് ആ ദൈവം തന്ന ഒരു വഴിയിൽ സമാധാനത്തോടെ സന്തോഷത്തോടെ അത് സ്വീകരിച്ച് ചെയ്യേണ്ട ആളാണ് ഞാൻ. യഥാർത്ഥ മെമ്പർ ആണെങ്കിൽ ഞാൻ അതാ ചെയ്യേണ്ടത്. ശരി, ഞാൻ ചെയ്യാം. ഞാൻ അതല്ല ചെയ്തത്, ഞാൻ അതിലും പരിഭവമാണ്. എന്താ മറ്റവനൊന്നും കൊടുക്കുന്നില്ല? അതായത് ഞാൻ കുടിച്ചാലും കുടിച്ചില്ലെങ്കിലും ഞാൻ ജോലി ചെയ്യാത്ത, ഒന്നും കുടിക്കാതെ തന്നെ വെറുതെ ചുറ്റിത്തിരിയുന്ന കുറച്ച് 30% നമ്മളെ അതെല്ലാം ഈ കോർപ്പറേറ്റ്സിൽ ഒരു കണക്ക് വെച്ചിട്ടുണ്ടാവും. അവരെ ചൂണ്ടിക്കാണിച്ചിട്ട് ഞാൻ പറയും, അവർക്കൊന്നും ജോലി കൊടുക്കുന്നില്ല, അവരെല്ലാം വെറുതെ ചുറ്റി കിടക്കുന്നുണ്ടല്ലോ. ഞാനിവിടെ ഇരിക്കുന്നുണ്ട്, നിങ്ങൾക്കല്ല. ഞാനൊരു പറയുന്ന ഒരു വേർഡ് ഉണ്ട്, പഴയ മാതിരി. ഞാൻ അതെന്റെ ഒരു ഫ്രണ്ടിന്റെ വൈഫിന്റെ മുമ്പെന്ന് പറഞ്ഞപ്പോ അവള് പറഞ്ഞൊരു വാക്കുണ്ട്, നാങ്കെല്ലാം മുന്നാടി എന്ന് പറയും, മാമ ചാക്കടയിൽ കിടന്നതല്ലേ എന്ന് പറഞ്ഞു. അതോടെ പിന്നെ അവൾ പറഞ്ഞത് ആ പറച്ചിൽ നിർത്തി. അതായത് ഞാനൊരു വലിയ സംഭവമാണ് ഞാൻ തന്നെ ഇങ്ങനെ ചിന്തിച്ചിട്ട്, സിംഹമാണ് ഞാൻ, എന്റെ എല്ലാം കണ്ടു കഴിഞ്ഞ ആൾക്കാർ ഓടുമായിരുന്നു. ഇപ്പൊ ഒരു പയലും പഠിക്കുന്നില്ല. കുടിക്കാതിരിക്കുമ്പോ അവര് പണ്ട് ഓടിയത്, ഞാൻ നാറിപ്പോയി നാറ്റം പിടിച്ചവന്റെ അടുത്ത് എന്തിനാ സംസാരിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് എന്നെ ഒതുക്കിയതാണ്, എല്ലാം പേടിച്ചിട്ടല്ല. ഇന്നിപ്പോ മാന്യമായി ഞാൻ ജീവിക്കുമ്പോ ഇവർ ഇങ്ങനെയെങ്കിൽ ജീവിച്ചോട്ടെ, കുടുംബം രക്ഷപ്പെട്ടോട്ടെ എന്ന് അവരനുഗ്രഹിച്ചിട്ടാ പോകുന്നത്. ഞാൻ എല്ലാത്തിനും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇതാണ്. മൂന്നാമത്തെ ജോലി ഭാരം. ശരി, അത് വേറെ വഴിയില്ല, കാരണം പൈസ കിട്ടേണ്ടത് ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്നാലും എന്റെ ഭാര്യ അധികവും പറയും,
എന്താ ഈ ഇടക്കിടക്ക് ഇങ്ങോട്ട് വരുന്നത്? ഒരു ഒരിടത്ത് ഇതെല്ലാം കുടിയുടെ കാര്യമല്ല, ഈ സുബോധത്തിൽ വരുന്ന ഇതുമല്ല. രണ്ടിനും ഇടയിൽ ഞാനുണ്ട് ഒരുത്തൻ. എന്റെ ജനറ്റിക് പ്രോബ്ലം ഉണ്ട്. ഒരിടത്ത് എൻ്റെ അമ്മ പറയുന്ന കൃമികടിയാണ്. കൃമികടി ഒരിടത്ത് ഇങ്ങനെ എപ്പോഴും ഞെളിഞ്ഞ് പിരിഞ്ഞിട്ട് ഉണ്ടാകുന്നു. കംഫർട്ടബിൾ ആയിട്ട് ഒറ്റ സ്റ്റാൻഡിൽ ഒരു ഇതിൽ ഇരിക്കുകയില്ല, എല്ലാം നിൽക്കുകയില്ല. എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. എൻ്റെ ഭാര്യ വെച്ചത് പിരിപ്പിരിപ്പില്ല. അതായത് ടി വി കാണുമ്പം നിങ്ങളെ ചെയ്തിട്ടുണ്ടാവുമെന്ന് അറിയില്ല, 1-100 വരെ പോയി. കേബിൾ ടി വി രാജേഷ് സമയമാകുമ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്യണേ. ഞാനങ്ങനെ ഫ്ലോയിൽ പറഞ്ഞോണ്ട് 1-100 വരെ പോകും. 100 താഴോട്ട് വരും. എൻ്റെ ചെറിയ മോൾ ഇങ്ങനെ റിമോട്ട് ഇങ്ങനെ തിയേറ്റർ പറഞ്ഞു, ഒന്നുകിൽ ടി വി ന്യൂസ് കാണും, അല്ലെങ്കിൽ കോമിക്, മറ്റേ ടോം ആൻഡ് ജെറി, മറ്റേ അല്ലെങ്കിൽ നിങ്ങൾ സിനിമ എന്തെങ്കിലും. ഇതെന്ത് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്? സത്യമല്ല, ഇത് ഭ്രാന്തം പോലും ചെയ്യാത്ത കാര്യമാണ്. ഇന്നൊരു മീറ്റിങ്ങിൽ ഒരാൾ പറഞ്ഞിരുന്നു, നമ്മളെ മീറ്റിങ്ങിൽ കിട്ടുന്നത് മീറ്റിങ്ങിൽ മാത്രമേ കിട്ടുള്ളൂ. ഭ്രാന്തൻ, നമ്മൾ ഭ്രാന്തനെ നോക്കി ഭ്രാന്തൻ എന്നും പറഞ്ഞ് ചിരിക്കുന്നു. ഭ്രാന്തൻ നമ്മളെ നോക്കി ചിരിക്കുന്നു, നിങ്ങൾക്കെല്ലാം ഭ്രാന്താണെന്നും പറഞ്ഞു. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വേർഡായിരുന്നു അത്. എനിക്ക് കറക്റ്റ് അല്ലേ? അയാളെന്താ ചിന്തിക്കൊണ്ടിരിക്കുന്ന കുറെ ഭ്രാന്തന്മാർക്ക് എന്നെ നോക്കി ചിരിക്കുന്നത്. ശരിക്കും ഭ്രാന്തായിരിക്കാന്നുള്ളത് ആർക്കും അറിയാം? ആർക്കും അറിയില്ല. അതാ പറഞ്ഞ 8 മണിക്ക് കട തുറക്കുന്ന കടയിൽ 4 മണിക്ക് പോയി ഇരിക്കുന്ന ആളാ പുലർച്ചെ. അപ്പൊ ഞാനിവിടെ മീറ്റിങ്ങിലൊന്നും എത്ര മണിക്കും എങ്ങനെ വന്നാലും ഒരു തെറ്റുമില്ല. ഞാൻ എനിക്ക് വേണ്ടി മദ്യം മാറ്റി നിർത്താൻ വേണ്ടി വന്ന നല്ലൊരു സ്ഥലം. പക്ഷെ അവിടെ വരുന്ന ചില അപ്സ് ആൻഡ് ഡൗൺസ്. അപ്പം മൂന്നാമത്തത്, ജോലി സ്ഥലത്ത് ഭാരം വരുമ്പോൾ ഞാൻ ആകെ റെസ്റ്റ്ലെസ് ആകുന്നു, പല കംപ്ലൈന്റ്. അപ്പം എൻ്റെ താഴെ കുറച്ച് സൂപ്പർവൈസിങ് കാറ്റഗറിയാണ് ഞങ്ങളല്ലോ. താഴെ കുറച്ച് ലേബേഴ്സ് പോലെ ഉണ്ടാവും. അവർ കോൺട്രാക്ട് വർക്കേഴ്സാണ്. അവരങ്ങനെ താഴ്ത്തി പറയല്ല. ഈ മേലം തരുന്ന പ്രഷർ താഴെ കൊണ്ടുപോയിട്ട് അവനോട് ചീത്ത പറിച്ചിടും. പക്ഷെ അങ്ങനൊന്നും പറയില്ല ഞാൻ. കുറച്ചും കൂടി കംഫർട്ടബിൾ ആണ്, നല്ല ജോളി ആയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ജോലി വളരെ ഇതായിട്ട് നടക്കും. അതെല്ലാം ഒരു കോർപ്പറേറ്റ് പോലത്തെ ഒരു വലിയൊരു സ്ഥാപനത്തിൽ അവർ അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കുക. സുരേഷിന്റെ അടുത്ത് ഈ ജോലി കൊടുത്താൽ അവൻ എങ്ങനെ അവരെ കൊണ്ട് ചെയ്യിക്കും എന്നുള്ള ആ ഒരു ടാലന്റ്. പക്ഷെ അതിലും ചില വിടുവായിത്തരം കൊണ്ട് പല പ്രശ്നങ്ങളും, പല റെസ്പോൺസിബിലിറ്റി എല്ലാം എടുക്കുമ്പം ഈ പറഞ്ഞ പോലെ ചെയ്യാതായിരിക്കുമ്പം അതിന്റെ തെറ്റുകൾ, നീ അത് ചെയ്തില്ല, ഒരു മേലത്തെ ഒരു അധികാരി പറയുമ്പം എനിക്ക് ദേഷ്യമാണ്. അതാണ് ഏല് വരുമ്പം ഈ ദേഷ്യം. പെട്ടെന്ന് ഡോണ്ട് റിയാക്ട്, റെസ്പോണ്ട് എന്ന് പറയും. അതായത് അതിനൊരു ഉദാഹരണം പറയാം. ഈ ഞങ്ങള് 8:30 to 4:30 ഞങ്ങൾ ആ ടൈമിൽ. 8:30 ശേഷം ഈ പഞ്ച് ചെയ്യാൻ വേണ്ടി ഒരു 10 minutes ഗ്രേസ് ടൈം ഉണ്ട്. അത് കഴിഞ്ഞ് ലേറ്റ് പഞ്ചാവും. ലേറ്റ് പഞ്ച് മാസത്തിൽ 2 പഞ്ചാവും. ഇതെല്ലാം കറക്റ്റ് ടൈമിന് നോക്കി ചെയ്ത് അത് കുടിക്കാത്ത കൂട്ടറൊന്നുമില്ല. എൻ്റെ കൂടെ ഒരാളുണ്ട്, അയാൾ എപ്പോഴും ഈ യൂണിയൻ ലീഡേഴ്സ് എല്ലാം പലപ്പോഴും ഇറഗുലർ ആയിരിക്കും. അങ്ങനെ ഒരു 15 പേർക്ക് മെമ്മോ തന്നു, ജനറൽ ആയിട്ടുള്ള ഒരു മെമ്മോ. ഞാൻ കുടിക്കുന്നില്ല, സോവറാണ് വർഷങ്ങൾ. അപ്പം എന്താ മെമ്മോടെ ഇത് ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ലേറ്റ് ആയിട്ട് വരുന്നു, അത് നിങ്ങൾ എക്സ്പ്ലനേഷൻ തരുന്നു, ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്, അത്രയേ ഉള്ളൂ. ആ ഒരു ജസ്റ്റ് ഒരു വൈറ്റ് പേപ്പറിൽ ഐ വോണ്ട് റിപ്പീറ്റ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു താങ്കിങ് യു ഫെയ്ത്ത്ഫുള്ളി എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ തീരുന്ന സംഗതിയുള്ളൂ. 14 പേരും എടുത്ത് പോക്കറ്റിൽ വെച്ചിട്ട് അവരവരുടെ റൂമിലേക്ക് പോയി. ക്യാബിനെല്ലുണ്ട്. ഞാൻ മാത്രം എൻ്റെ നെക്സ്റ്റ് ഓഫീസറെ മുമ്പ് നിന്ന് അത് വലിച്ച് കീറിയിട്ട് ഞാൻ പറഞ്ഞു, നല്ലോണം ജോലി ചെയ്യുന്ന കൂട്ടർക്കാ നിങ്ങളെല്ലാം ഇങ്ങനെ മെമ്മോ തരുന്നത്. ഞാൻ എൻ്റെ ഇത് ലീവ് എടുക്കും. പലതും ഞാൻ എന്തോ ഷൗട്ട് ചെയ്തു. അയാൾ ആ കീറിയ മെമ്മോ അങ്ങനെ എടുത്തിട്ട് നെക്സ്റ്റ് ഓഫീസർ എടുത്ത് കൊണ്ടുപോയി. നെക്സ്റ്റ് ഓഫീസർ അത് നേരെ എടുത്തു പോയി HR കൊടുത്ത്, HR DGM എന്നെ വിളിച്ചിട്ട് ഒരു ദിവസം സസ്പെൻഡ് ചെയ്തു. ഒരു ദിവസമല്ല, സസ്പെൻഡ് ചെയ്ത് അതിന് ചേർത്ത് ഞാൻ എക്സ്പ്ലനേഷൻ എഴുതി കൊടുത്ത് യൂണിയനിൽ ഇടപെട്ടിട്ടാണ് പിറ്റത്തെ ദിവസം റിവോക്ക് ചെയ്തത് സസ്പെൻഡ്. വെറുതെ ഉള്ളൊരു എന്താ പ്രൊവോക്കേഷൻ, എന്തോ ഒരു ദേഷ്യത്തിനോ എന്തോ ഒരു എൻ്റെ റിയാക്ഷൻ കൊണ്ട് എനിക്കൊരു സസ്പെൻഷൻ ഒരു ദിവസം റെക്കാർഡിക്കലായിട്ട് എൻ്റെ സർവീസ് ബുക്കിൽ കയറും അത്. ഞാൻ കുറെ സസ്പെൻഷൻ കുറെ ഇതും വാങ്ങിയോണ്ട് എൻ്റെ ഇതില്
ഒരു തൂവൽ കൂടി എന്ന് പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നു വലിയ, ഞാൻ മെമ്മോ ചോദിച്ചു വാങ്ങിയാണ്, ഒരു സെൻസിറ്റീവായ ഒരു അതൊന്നും എക്സ്പീരിയൻസ് ഒന്നും വേണ്ട. നെക്സ്റ്റ് ഒരു ഇതുണ്ട്, ഞാൻ കടം വാങ്ങുന്നതിൽ ഞാൻ ഭയങ്കര നമുക്ക് സുഖമില്ല, മക്കൾക്ക് സുഖമില്ല, മോളെ ഫീസ് കെട്ടണം, ഭാര്യന്റെ സ്വർണ്ണം എടുക്കണം, മറ്റേതാകണം മറ്റേതാകണം. ഈ കടം കൊടുക്കുന്നവർ വളരെ കണ്ണിങ്ങും ഭയങ്കര ഇതുമായിരിക്കും, സ്ട്രോങ് ഹാൻഡായിരിക്കും പലിശ കൊടുക്കുന്നവർ. നിങ്ങൾക്കറിയായിരിക്കും, അത് അണ്ണാച്ചി എന്ന് പറയുന്ന അവിടെ ആൾക്കാർ, അവർക്ക് അടിയാളും മറ്റ് അവരെ എല്ലാം പറ്റിച്ചിട്ട് ഞാൻ വാങ്ങും. അവസാനം എൻ്റെ വീട്ടിന് മുമ്പിൽ അവരാളെയും കൊണ്ട് വരുമ്പം ഞാൻ എൻ്റെ ഭാര്യന്റെ സാരിന്റെ ബാക്ക് ചോദിച്ച്, നീ പോയി പറയും അടുത്ത പ്രാവശ്യം തരാം, ഒരു മാസം കഴിഞ്ഞ് തരാം, നാളെ തരാം. എൻ്റെ വേറൊരു ടെക്നിക്കാണ്, സുബോധവനാണ്, സത്യസന്ധനായിരിക്കുന്നെന്ന് പറയുന്നുണ്ട്. കടക്കാർ വന്നു കഴിഞ്ഞാൽ ഈ നാലാമത്തെ ഫേസ് ചെയ്യാനുള്ള പ്രോബ്ലം നേരത്തെ പറഞ്ഞതെല്ലാം കഴിഞ്ഞ് ഈ കടം വാങ്ങി വിട്ട് പച്ചക്ക് തെറി വിളിക്കാൻ തുടങ്ങി, കോളർ കുത്തിപ്പിടിക്കാൻ തുടങ്ങി. ഞാനൊരു ഭയന്താമൊഴി, പേടിച്ചൂടി അങ്ങനത്തെ ആളാ. സാധാരണ കടം വാങ്ങാത്ത ആൾക്കാരൊന്നുമില്ല, ഇന്ത്യ തന്നെ കടം വാങ്ങുമെന്ന് പറഞ്ഞ പോലെ. അപ്പൊ കടം വാങ്ങുന്നുണ്ട് ആവശ്യത്തിന്. ഞാൻ ആവശ്യത്തിനും അനാവശ്യത്തിനും കടം വാങ്ങിയിട്ട് കുറെ ചേർത്ത് വെച്ചുകൊണ്ട് കുറെ ആൾക്കാർ വന്ന് ചീത്ത പറയുമ്പം അതൊന്നും ഫേസ് ചെയ്യാൻ പറ്റാതെ എയുടെ പിന്നില് അല്ലെങ്കിൽ എവിടെയെങ്കിലും മാറി നിന്നിട്ട് ഈ കടക്കാർ വരുന്ന എൻ്റെ ക്വാർട്ടേഴ്സ് ആ വീട്ടിലാ, എൻ്റെ ഭാര്യയും മക്കളും ഉള്ളിടത്ത്. അവിടെ നിന്നാണ് ഒച്ചത്തിൽ ഷൗട്ട് ചെയ്യുന്നത്. രണ്ട് പെൺകുട്ടികളും, അതായത് നാട്ടിലെ വീടിന്റെ സിറ്റുവേഷൻ അല്ല, നാട്ടിലെല്ലാം ആകുമ്പോൾ കുടുംബക്കാർ മറ്റേ കൂട്ടുകാർ അയൽവാസികളുടെ സപ്പോർട്ട് ചെയ്യും. അവിടെ ആരും സപ്പോർട്ടിനൊന്നും വരില്ല. എൻ്റെ മോളെ രാവിലെ തന്നെ സ്കൂളിലേക്ക് അയക്കാൻ വേണ്ടി തലജീവി നിൽക്കുമ്പോഴാണ് ഒരുത്തൻ വന്നിട്ട് എന്നോട് പറയും, 10-15 ആൾക്കാരാ ഒരു ദിവസം വരുന്നത്, ഞാൻ എങ്ങനെയാ ഇവരോടുള്ള ഇത് ചെയ്യുന്നതെന്ന് നിങ്ങൾ ഓർക്കണമെങ്കിൽ. എൻ്റെ ഭാര്യ സത്യത്തിൽ എനിക്ക് എന്നിട്ടും അവളോട് ഇന്നും ദേഷ്യവും ഇതുമെല്ലാം തന്നെയാണ്, പ്രശ്നങ്ങളാണ്. അതല്ല അവൾക്ക് വേണ്ടി സഹിച്ചമായിട്ടാണ് ഞാൻ ബിഹേവ് ചെയ്യുന്നത്. അപ്പൊ അത്രത്തോളം അത് ഏതെല്ലാം വന്ന് ഇങ്ങനെ മാറിയില്ല, അല്ലെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും, അതായത് ഞാനായിട്ട് ചെയ്തു വെച്ചതല്ലേ, ഇതിനു വേണ്ടി സൊല്യൂഷൻ ഞാൻ കണ്ടെത്തണ്ടേ. അവർ തലയെഴുത്ത്, അവർക്ക് ഇത് എല്ലാവരോടും ബദല് പറയുന്നതാണ് തലയെഴുത്ത്. അപ്പോ അവർക്ക് എന്താ പറയാ, പല അവളൊരു ഷീറ്റ്, ഇത് ഏലച്ചീട്ട് ഒരു ഇതില് KSFE പോലെ വിളിച്ചാർന്ന് ഒരു അതിൽ പോയി ഞാൻ സൈൻ ചെയ്ത് ഞാൻ പലർക്ക് ഷുവർട്ടി ഇട്ടിരിക്കുന്നു നേരത്തെ. അതുകൊണ്ട് വലിയൊരു എമൗണ്ട് അവിടെ ബ്ലോക്ക് ചെയ്തിട്ട് ചെറിയൊരു എമൗണ്ട് ആക്കി അവിടെയും പേ ചെയ്യാനായി. വേറൊരു സുഹൃത്ത്, ഇതെല്ലാം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. ആദ്യം ഈ പവർലെസ് ആണെങ്കിൽ ആ പവർലെസ് സമ്മതിച്ചിട്ട്, മദ്യം എനിക്ക് പറ്റുന്നില്ല, അത് ആ ദൈവത്തിങ്കൽ അർപ്പിച്ച് ആ ശക്തിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രം ഞാൻ ഇന്ന് കുടിക്കാതിരിക്കുന്നതെന്ന് മനസ്സിലായിക്കൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്ന പോലെ മദ്യത്തിന്റെ മുമ്പിലും സെക്സിന്റെ മുമ്പിലും പൈസന്റെ മുമ്പിലും സെക്സിന്റെ മുമ്പിലും എല്ലാം പവർലെസ് ആണെങ്കിൽ നീ അത് സറണ്ടർ ചെയ്യും. എവിടെ ഭാര്യന്റെ അടുത്ത് പോയി സെക്സ് സറണ്ടർ ചെയ്യാനുണ്ട്? ഇല്ല. ഈ പടികളിൽ കൂടെ അതാ പറയാ, ഈ പടികൾ ചെയ്യാന്ന് പറഞ്ഞ ഇതൊരു കോസോ ഫോസോ അല്ല. ഈ പടികൾ ചെയ്യുന്ന തന്നെ ഇങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങൾ വളരെ ഈസി ആയിട്ട് തരണം ചെയ്യാൻ വേണ്ടി മാത്രമാണ് പടികൾ ചെയ്യാൻ പറയുന്നത്. അല്ലാതെ പടികൾ ചെയ്തിട്ട് ഞങ്ങളെ ഗ്രൂപ്പില് ഇപ്പൊ 18 പേര് പടികൾ ചെയ്ത് കഴിഞ്ഞു, ഇനിയിപ്പോ 10-20 പേരും കൂടെ, ഇങ്ങനെയല്ല പടികളായത്. പടികൾ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പടികൾ ജീവിത രീതിയാക്കി, ഈ പറയുന്ന 12 പടികളിലൂടെ ഞാൻ എൻ്റെ ജീവിത രീതിയാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ തന്നെ എൻ്റെ ഇങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം പകുതിയല്ല അധികവും മാറി. അപ്പം ഈ കടക്കാരെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല, ഒളിച്ചോടെ ചെയ്ത് സോബർ ലൈഫിൽ 9ാമത്തെ വർഷം ടോക്കൺ വാങ്ങി ചെന്നൈന്ന് ഞാൻ തിരിച്ചു വരുമ്പം എൻ്റെ ഭാര്യയ്ക്ക് എനിക്ക് ഭയങ്കര അടിപിടി. എന്തിനാ അടിപിടി എന്നറിയോ? ഞാൻ വേറൊരു പെണ്ണിനെ വെച്ചോണ്ടോ? ഒന്നുമല്ല, എൻ്റെ മോളെ കല്യാണം ഫിക്സ് ചെയ്ത് ചെന്നൈയിൽ വെച്ച്. ചെന്നൈ സിറ്റിയിൽ ഒരു കല്യാണം വെക്കണമെങ്കിൽ പൈസ എത്രത്തോളം, വെറും കല്യാണ മണ്ഡപത്തിന് തന്നെ ഭയങ്കര പൈസയായി. അവളെ താലി വീണ്ടും പോയി. മോക്കൊരു ജോലിയുണ്ട്, നല്ലൊരു ജോലി. അവക്ക് മനസ്സിലായി ഈ അച്ഛനെ കൊണ്ട് പ്രതീക്ഷിച്ചാൽ നമ്മളെ കല്യാണവും നടക്കൂല, ഒരു പരിപാടിയും നടക്കൂല. സോബറാണ്, 9 വർഷം സോബർ.
അതുകൊണ്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കണം എന്നുള്ള രീതിയിൽ അവളെ കാര്യമെല്ലാം അറേഞ്ച് ചെയ്തു. അതായത് പൊന്നും കാര്യങ്ങളിലും എങ്കിലും അച്ഛനമ്മ എന്നുള്ള രീതിയിൽ അവർക്ക് എന്തൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കടമ എന്നെ പോലത്തെ ഒരു മദ്യാസക്തനില്ലെങ്കിലും പെറ്റ അമ്മ പെറ്റ വയറെന്ന് പറഞ്ഞ പോലെ അവർക്ക് ഉണ്ടാവില്ല. അവരെന്നോട് പറഞ്ഞു, നിങ്ങൾ എന്തായാലും കുറച്ച് പൈസ ലോൺ ഇട്ടിട്ട് വരണം. ആ ലോൺ ഉണ്ട് എന്ന് ഞാൻ പറയുകയും ചെയ്തു. സത്യത്തിൽ ആ ലോൺ ഉണ്ട്, ലോൺ ഇടുകയും ചെയ്തു. ലോൺ ഇട്ടപ്പോ അതല്ലേ പറയുന്നത്, എനിക്ക് ഈ തീരെ ബുദ്ധി എന്ന് പറയുന്നത് ഇന്നത്തെ ഡെയിലി ബുദ്ധിയും സുബോധവും, ബുദ്ധി 5 പൈസക്ക് ബുദ്ധി ഇല്ലാത്ത ആളാണ്. ഒരു പലിശക്കാരൻ എന്നോട് അപ്പം കാണാൻ ഹലോ, കേൾക്കാമോ? കേൾക്കാമോ? ആ കേൾക്കാം. കേൾക്കാം. രാജേഷ്, കേൾക്കാമോ? കേൾക്കാം. ആ, ശരി ശരി. സുരേഷേട്ടാ കേൾക്കാം. എന്റെ ബ്ലൂടൂത്ത് കട്ടായ ഒരു കേൾക്കാം. കോള് വന്നതാ. ആ അപ്പോ നമ്മുടെ മുമ്പിൽ ഒരു 10 മിനിറ്റും കൂടി ഉണ്ട്. നമുക്ക് ഒരു 5 മിനിറ്റ് കൂടി എടുത്തിട്ട് നമുക്ക് ഇതാക്കാം. ഓക്കെ. ഇതാണ് പ്രശ്നം. അപ്പോ മോളെ കല്യാണത്തിന് ആ ഒരാള് എന്നോട് പലിശക്കാരൻ പറയുന്നു, നീ 10-25,000 രൂപ കൊണ്ടേ കൊടുത്തിട്ട് അവരെന്ത് ചെയ്യാനാ? 10-25,000 എന്നല്ല, കുറച്ച് കൂടുതൽ പൈസ തന്നെ ലോണ്. ഇതെല്ലാം എൻ്റെ അടുത്ത് അവന് ഞാൻ പൈസ കൊടുക്കാനുണ്ട്. എനിക്ക് സ്വർണം 25 പവൻ സ്വർണം എനിക്ക് ഒരിടത്തുനിന്ന് എടുത്ത് തരാം, ബാക്കി പൈസ നീ മെല്ലെ മെല്ലെ തന്നാ മതി. അവന് ഞാൻ പൈസ കൊടുക്കാനുണ്ട്. അവന് കുറെ കാലമായിട്ട് പലിശ കൊടുത്തില്ല എന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നമെല്ലാം ഉണ്ടാക്കിയ ആളാണ്. എൻ്റെ ഭാര്യനോട് ആ പറഞ്ഞ ആളുടെ വൈഫ് വന്ന് ഒരു ദിവസം ചോദിച്ചു, നിങ്ങൾ ചോറ് തന്നെയാണോ കഴിക്കുന്നത്? എൻ്റെ ഭാര്യ ഇന്നും പറയുന്നു. അതെല്ലാം അവർക്ക് ഹൃദയത്തിൽ ആഴ്ന്ന് ഇറങ്ങിയ ഒരു സംഭവമായി. ഒരു പെണ്ണുങ്ങൾ വന്ന് എൻ്റെ ഭാര്യനോട് അവൾ വാങ്ങാത്തൊരു കടത്തിന് ഞാൻ വാങ്ങിയ കടത്തിൽ ചോറാണോ തിന്നുന്നത് ചോദിച്ചാൽ അപ്പൊ അതിന്റെ സീന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കാം. അവരോട് ഞാൻ ജോളിയായിട്ടാണ് സംസാരിക്കുന്നത്. എനിക്ക് അന്നേരം എൻ്റെ ഭാര്യ തന്നെയാണ്. എനിക്കെന്താ, അവരങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആയിപ്പോവോ, കുറച്ച് സഹിച്ചൂടെ, ഇങ്ങനെയെല്ലാം പറയുന്ന ആളാ. ഓക്കെ, എനിഹാവ് അവളെല്ലാം സഹിച്ച് ഇപ്പൊ എത്രത്തോളം എത്തി. അപ്പം ആ പൈസ കൊടുത്ത് അവൻ അതും കൊണ്ട് മുങ്ങി. പിന്നെ അവൻ എൻ്റെ ഫോൺ എടുക്കുന്നില്ല, ആളെ കാണുന്നില്ല, കല്യാണത്തിന്റെ ഡേറ്റ് എടുക്കുന്നു. എന്നാ അവരോടെങ്കിൽ സത്യസന്ധമായി പറയണ്ടേ? എൻ്റെ മോള് മനസ്സിലാക്കി പൈസ പോക്ക, ഇതൊന്നും അച്ഛൻ കൊണ്ടുതരുന്ന. ഈ സമയത്ത് ഒരു ചെറിയ കാര്യവും കൂടെ, ഏകദേശം സമയമായും തോന്നും, ഈ സമയത്ത് മോള് ഇതിന് ഈ പൈസ ചേർക്കാൻ വേണ്ടി ഞാൻ കണ്ടുപിടിച്ച ഒരു ഷോർട്ട് കട്ട്. നേരത്തെ ഉണ്ട് ആ സ്വഭാവം, ഗാംബ്ലിങ്. വലിയ പൈസ കടം വാങ്ങിക്കുക, എന്നിട്ട് പോയി ചെന്നൈയിലുള്ള ഒരു ക്ലബിൽ ഗാംബ്ലിങ്. ഇവരെല്ലാം ചെന്നൈയിലുള്ള, എൻ്റെ മൂത്ത മോള് ജോലി കിട്ടി, അവള് ചെന്നൈയിൽ പോയി. അതുകൊണ്ട് വൈഫും ചെന്നൈയിലാണ്. ചെറിയ മോള് വേറൊരു കോളേജിൽ ചേർന്ന്. ഞാൻ മാത്രം നെയ്വേലിയിലുള്ള, തൂത്തുക്കുടി വന്നിട്ടില്ല. അവരോട് ഞാൻ പറയുന്നില്ല ഈ പൈസ ഇങ്ങനെ എടുത്തു പോയി. അവര് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരെ പണി നോക്കും. വരും തരും. കല്യാണത്തിന് ഒരാഴ്ചയേ ഉള്ളൂ. എൻ്റെ ഭാര്യ പറഞ്ഞ്, പൈസയും കൊണ്ടല്ല എനിക്ക് കല്യാണത്തിന് അച്ഛനെന്നും പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരാം. എനിക്ക് ദേഷ്യം വന്നു. ഇവളെ എപ്പാന്ന് നോക്കിയാലും പൈസ പൊന്ന്. ഇത് എങ്ങനെ? ഞാനൊരു രോഗിയാണ്. എന്നോട് ചോദിച്ചു, രോഗിയായിട്ട് മറ്റേ പെർഫ്യൂം അടിക്കുന്നതിനും നല്ല ബ്രാൻഡഡ് ഷർട്ട് ഇടുന്നതിനും ഷൂ ഇടുന്നതിനൊന്നും ഒരു കുറവുമില്ല, അന്നേരം രോഗിയല്ലേ? ഇവിടെ മക്കൾക്ക് സ്വർണം വേണം, കടക്കാരന് പൈസ കൊടുക്കണം എന്ന് പറഞ്ഞ രോഗി, അതെന്ത് രോഗാന്നാ ചോദിച്ചത്. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ, ഞാൻ ആ സമയം തിരിച്ചു വന്നിട്ട് നെയ്വേലി പണ്ഡുരുട്ടി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എൻ്റെ ആ സീനിയറുള്ള അയാളോട് ഫോൺ ചെയ്ത് ചോദിച്ചു, ഞാൻ കുടിക്കാൻ പോവാ, എൻ്റെ ഭാര്യ എപ്പം സ്വർണം പൈസ ഇതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അയാളും പറഞ്ഞു, നീ പോയി കുടിക്കുന്നതല്ലേ. അതും കഴിഞ്ഞിട്ട് 10ാമത്തെ കൊല്ലം എൻ്റെ ഭാര്യ ഓപ്പണായിട്ട് പറഞ്ഞു, നിങ്ങൾ ബെസ്റ്റ് പോയി കുടിക്കുന്നത്, നിങ്ങൾക്ക് ഇതൊന്നും ശരിയാവില്ല. അതാ പറഞ്ഞത്, ഈ സുബോധവാനാണ് ഞാൻ, സന്തോഷവാനാണ്. 7 വർഷങ്ങൾ പോകുന്നു, എനിക്ക് സ്പോൺസീസ് ഉണ്ട്,
സ്പോൺസി ആകാതെ സ്പോൺസറായ ആളാണ് ഞാൻ സ്പോൺസറാണ്. ഞാൻ വഴിമുറകൾ പ്രാക്ടീസ് ചെയ്യുന്നു. എനിക്ക് പാരമ്പര്യധിഷ്ഠിതമായ ആ ഗ്രൂപ്പുകളിൽ കൂടെ ഞാൻ വളരെ എനിക്ക് ഏകാരോട് വളരെ ഡീസൻ്റ് ആയിട്ട് പോകാൻ പറ്റുന്നുണ്ട്. എൻ്റെ ഭാര്യനോട് എന്തുകൊണ്ട് പോകാൻ പറ്റുന്നില്ല? ഞാൻ തന്നെ അതിനൊരു ഡെഫിനിഷൻ കൊടുക്കും. ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ അടിപിടി കൂടും. അത് വിചാരിച്ചിട്ട് ധൈര്യ എൻ്റെ മക്കള് എൻ്റെ ഭാര്യയ്ക്ക് എനിക്കും തരുന്ന ഡ്യൂറേഷൻ 3 മണിക്കൂറാണ്. 3 മണിക്കൂർ നിങ്ങൾ അടിപിടി കൂടാതെ നിന്നിട്ടുണ്ടെങ്കിൽ, കാരണം ഞാൻ എല്ലാ കാര്യത്തിനും ആർഗ്യൂ ചെയ്യുന്നു പറഞ്ഞാൽ ഒരു ഇതില് മേല് പറയുന്ന ഒരു വേർഡ് ജസ്റ്റിഫിക്കേഷൻ. 3 കാര്യം അതിന് ഭാര്യ പറയുന്നത്. 3 കാര്യം. ഒന്ന്, ഭയങ്കരമായിട്ട് ഞാൻ ഡയബറ്റിക്കാണ്, കഴിക്കും, കണ്ടത് കഴിക്കും. എന്തുള്ള ഷുഗർ പേഷ്യന്റ് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നു അതെല്ലാം കഴിക്കും. അപ്പൊ ആരായാലും ചോദിച്ചു, നിങ്ങൾ പോയി പോയിസൺ കഴിച്ചു അല്ലെങ്കിൽ പോയിട്ട് മദ്യം കുടിച്ച് പോയി ചത്തുപോകുള്ളൂ ഇങ്ങനെ ചെയ്യുന്നതിന്. കാരണം രോഗം വന്ന് കയ്യോ കാലോ മുറുക്കിയോ അല്ലെങ്കിൽ വൂണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ അവര് തന്നെയല്ല അനുഭവിക്കേണ്ടത്. അതായത് ഞാൻ നോക്കിക്കോളും, എനിക്ക് മറ്റേ പൈസ ഉണ്ട്, മറിച്ച പൈസ ഉണ്ട്, എനിക്ക് മെഡിക്കൽ ബെനിഫിറ്റ് ഉണ്ട്. എല്ലാത്തിനും ഒരു ആർഗ്യുമെന്റാണ്. ആരെങ്കിലും പറയുന്നത് അതാ പറയുന്ന ആ ഒരു സ്വന്തം ബുദ്ധിയോ ഇല്ല. എന്നാ പിന്നെ സ്വയബുദ്ധി സ്വൽബുദ്ധി എന്ന് പറയും. ആരെങ്കിലും പറയുമ്പോൾ അത് കേട്ടിട്ട് അതിന്റെ രീതിയിൽ ഞാൻ ചെയ്യുന്നത് ഞാൻ ചെയ്യുള്ളൂ, പക്ഷെ റിസൾട്ട് കറക്റ്റ് ആയിരിക്കണം. അതിന് ഒരു ഉദാഹരണം പറയാം. ഈ ഓണം മറ്റുള്ള നല്ല ദിവസങ്ങളിലെല്ലാം പായസം വെക്കും. ഇപ്പൊ കൂടെ എന്റെ മോള് വന്നുകൊണ്ട് പായസം വെച്ചിട്ടുണ്ട്. അവള് ചെറിയ പെണ്ണ, കുറച്ചാ കുടിക്കുന്നത്. കാരണം ഈ ഡയബറ്റിക് വരാൻ പാടില്ല എന്ന് പ്രിക്കോഷണറി ആയിട്ട്. എനിക്ക് കഴിഞ്ഞ ടെസ്റ്റിൽ 185 300 ആയിരുന്നു. അങ്ങനെയുള്ള ഞാൻ 2 ഗ്ലാസ് പായസം കുടിച്ചിട്ട് അതിൽ ഏറ്റവും വീക്ക്നെസ് ആയ പോയിന്റ് ഞാൻ പറയുന്നത് അതാണ് മദ്യാസക്ത രോഗികൾക്ക് പറ്റാതെ. പിറ്റത്തെ ദിവസം ഞാൻ ടെസ്റ്റിന് പോകും. ഇപ്പൊ കൂടെ പറഞ്ഞിരുന്നു ഈ പായസം കുടിച്ചിട്ട് നാളെ ടെസ്റ്റ് ചെയ്യണം. അപ്പൊ അവള് പറയും, ഈ പഞ്ചസാര ഉള്ളതെല്ലാം കേട്ടിട്ട് ഈ ടെസ്റ്റ് ചെയ്യുന്നത് എൻ്റെ ബുദ്ധി എന്താന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു ഫൈൻ മോർണിംഗില് ദൈവം എനിക്ക് പെട്ടെന്ന് ഇൻസുലിൻ, കാരണം ഞാൻ ഏലല്ലേ, ദൈവം ഇപ്പൊ എന്റെ മടിയിലല്ലേ, ദൈവം എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും തരും. പൊട്ടായ ധാരണയാ, നീ ചെയ്യേണ്ട കാര്യങ്ങൾ നീ ചെയ്തില്ലെങ്കിൽ ഒരു ദൈവവും നിന്റെ കൂടെ വരില്ല എന്നാ പറയുന്നത്. പ്രാർത്ഥന തന്നെ പ്രാവർത്തികമാക്കിയില്ലെങ്കിലേ മരണതുല്യമാണെന്ന ഏല് പറയും. അപ്പൊ ഈ പ്രാർത്ഥിക്കുന്ന എന്താ? മാറ്റുവാൻ പറ്റാത്തതേ മാറ്റുവാൻ പറ്റാത്ത എന്താ? സ്വീറ്റ് കഴിക്കുന്ന മാറ്റാൻ പറ്റൂലേ? മാറ്റുവാൻ പറ്റാത്ത സ്വീകരിക്കണം എന്നും പറഞ്ഞിട്ടുള്ള ജിലേബി എല്ലാം എടുത്ത് അടുത്തൊരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, 3 സ്റ്റെപ്പായിട്ട് മാറ്റുവാൻ പറ്റുന്നതേ മാറ്റുവാനുള്ള ധൈര്യവും. ആ ധൈര്യം കാണിക്കുന്നില്ല, അല്ലെങ്കിൽ ആ ത്യാഗം. അതുകൊണ്ട് പറയാ എല്ലാത്തിനും അതാ പറയാ ഏല് നമ്മൾ വരുന്ന അല്ലെങ്കിൽ ഈ ദൈവം കൊണ്ടുവന്ന് ഇടുന്ന തന്നെ ഒരു ഡിസിപ്ലിൻ. അത് ബിഗ് ബുക്കിൽ ഇട്ട വേർഡാ അത്. നമ്മൾ ഇതുവരെ അച്ചടക്കരഹിതമായ ജീവിച്ച ജീവിതവും ഇന്ന് ജീവിക്കുന്ന ജീവിതം ആർക്കും ഒരു വിഷമമില്ലാത്ത രീതിയിൽ ജീവിക്കാൻ. ഇത് ഇനിയും തകരാറ്. അയ്യോ, ഇയാള് പുറത്തു പോയാ എങ്ങനെയാ വരാതെ വെച്ചാൽ കുടിച്ചിട്ടെന്നല്ല, എന്തെങ്കിലും ഒരു പ്രശ്നം ഒപ്പിച്ചിട്ട് വരുന്നു പറഞ്ഞു. ഇന്നത്തെ ദിവസം രാവിലെ നടന്ന ഒരു കാര്യം മാത്രം പറയാം, അത്രയും സമയം ഉണ്ടാവുള്ളൂ. അവര് ഗുരുവായൂർ പോകുന്നു, മോളും ഭാര്യയും. അവള് പുറത്താ വർക്ക് ചെയ്യുന്ന. അവള് ഇപ്പൊ തിരിച്ചു പോകും. അതിനു മുമ്പ് ഒരു അമ്പലത്തിൽ പോകണം എന്ന് പറഞ്ഞു 1-2 ഇത് പ്ലാൻ ചെയ്താണ്. ഒരു സുഖമുള്ള ശാരീരിക അസ്വസ്ഥയെല്ലാം കൊണ്ട് അത് വേണ്ടാന്നാണ് വെച്ച്. എന്നാ ഗുരുവായൂർ പോവാ. ഗുരുവായൂർ ജസ്റ്റ് ഇവിടുന്ന് 2 hours രാവിലെ കയറി കഴിഞ്ഞു. അവര് പറഞ്ഞു ഞങ്ങളോട് വാ എന്ന് പറയുന്നു. മോള് വിളിക്കുന്നു, അമ്മ ഞാൻ ഇല്ല, പോകുന്നില്ല, ഞാൻ വരുന്നില്ല, എനിക്ക് വയ്യ, ടയർഡാവും. എനിക്കെല്ലാം AC കാർ വീടിന്റെ മുമ്പിൽ നിൽക്കണം, ഇങ്ങനെ കയറിയിരിക്കണം, ഗുരുവായൂർ നടന്റെ ഉള്ളിൽ കൊണ്ടേ ഇറക്കണം, എന്നിട്ട് ഇതാക്കിയിട്ട് ഗുരുവായൂരപ്പനെ കണ്ടിട്ട് തൊഴുതിട്ട് ഞാൻ എന്താ VIP അവിടെ നിൽക്കാനും. ഈ കഴിഞ്ഞ ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ വൈഫിന്റെ കൂടെ ഗുരുവായൂർ പോയി ഒരു 1.5 മണിക്കൂറോളം ലൈനിൽ നിന്നു, എന്നിട്ടും എത്തുന്നില്ല. ഞാൻ ഡയബറ്റിക് ആയതുകൊണ്ട് കാലത്ത് ഒരു 7 മണിക്ക് എനിക്ക് വിശക്കാൻ തുടങ്ങി. ഞാൻ ഗുരുവായൂരപ്പനോട് ഞാൻ തന്നെ പറഞ്ഞു, ഹലോ ക്ഷമിച്ചാളാ,
എനിക്ക് നിന്നെ കാണാനുള്ള ഇതില്ല, ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് വേഗം പൂരിക്കിഴങ്ങ് അടിച്ചിട്ട് റൂമിൽ ഒന്ന് കിടക്കുകയായിരുന്നു. അപ്പൊ ഇത് ചെയ്യാൻ വേണ്ടി വീണ്ടും പോണ്ടാന്ന് വിചാരിച്ചാൽ ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അവർ കുറെ നിർബന്ധിച്ചു. അതായത് അവർക്ക് വേണ്ടി കുറച്ചൊരു കഷ്ടം അനുഭവിക്കാനും ത്യാഗം ചെയ്യാനൊന്നും ഞാൻ തയ്യാറല്ല. സ്വാർത്ഥന അത്രയും, അത് സ്വാർത്ഥത തന്നെയാണ്. അപ്പൊ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ പോകുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ വീട്ടിൽ നിന്ന് അവര് ഒരു ഇതെല്ലാം ചെയ്തു തന്നു. അതെല്ലാം ഞാൻ കറക്റ്റായിട്ട് ചെയ്ത്. കുറച്ച് തുണി അറിയിടാനുണ്ടായിരുന്നു. ഇത് മാറ്റങ്ങളെല്ലാം ഉണ്ട്, എല്ലാം വെറും നെഗറ്റീവ്. പക്ഷെ ഇതെല്ലാം ചെയ്താലും ഭാര്യൻ്റെ അടുത്ത് തെറിയിട്ട് എന്തെങ്കിലും ഒന്ന് ഫോൾട്ട് കണ്ടുപിടിച്ചു. അപ്പൊ ഭയങ്കര ചൂടാവും. അതായത് ഞാൻ ഇന്ന് കുടിക്കുന്നില്ല ഒന്ന്. രണ്ടാമത്തെ ഇവള് പറയുന്ന ഞാൻ പണ്ട് ചെയ്യാത്ത കാര്യങ്ങളിൽ ചെയ്യുന്നുണ്ട്. പാത്രം കഴുകുന്നുണ്ട്, തുണി മടിക്കുന്നുണ്ട്. അപ്പോഴാ ഒരു സീനിയറിന്റെ അടുത്ത് ഞാൻ പറഞ്ഞ, സാർ ഇപ്പൊ റിട്ടയർ ആയി വന്നിട്ട് ഒരു മര്യാദയില്ല. ഇതെല്ലാം സുബോധത്തിൽ ഞാൻ എൻ്റെ ഒരു കൺസെപ്റ്റിൽ വരുന്ന തെറ്റിദ്ധാരണകളാണ്. ഞാൻ ഇതെല്ലാം ചെയ്യേണ്ട ആളാന്ന് എനിക്ക് മനസ്സിലുണ്ടെങ്കിൽ എനിക്ക് വേദന ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പറയും, എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ സന്തോഷത്തോടെ ചെയ്യും. ഈ ആർക്കോ വേണ്ടിയിട്ട് ഓക്കാനിക്കുന്ന പരിപാടി ഒന്നും ഇവിടെ നടക്കൂല. സുബോധ ജീവിതം എൻജോയ് ചെയ്യുന്ന അങ്ങനെയാ. കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക, എല്ലാവരും അങ്ങനെയാ ചെയ്യുക. പലരും ഇപ്പൊ വരുന്ന സുഹൃത്തുക്കൾ പോലും അതുകൊണ്ട് തന്നെ സീനിയർ ജൂനിയർ ഒന്നും ഇല്ല. അത് ആ എയുടെ ആ ഒരു ജീവിത രീതി കറക്റ്റായി എടുത്തു കഴിഞ്ഞാൽ നല്ല ജീവിതം, ഒരു വിഷമവും ഇല്ലാതെ. അതുകൊണ്ട് തന്നെയാ സെക്സ് മാനേജ്മെന്റ്, മണി, സെക്സ് ഡിസിപ്ലിൻ, മണി മാനേജ്മെന്റ്, ടൈം മാനേജ്മെന്റ്, ഇതെല്ലാം ഏലുള്ള കുടിക്കാതിരിക്കുമ്പോഴുള്ള ടാസ്കുകളാണ്. ഈ ഹോൾട്ട് പ്രോഗ്രാം എന്നുള്ള പറയുന്ന പോലെ തന്നെ അറ്റാച്ച് ഡിറ്റാച്ച്, അധികം ആരടുത്ത് ഇങ്ങനെ കൊഞ്ചിക്കൊഴയാനും ചെയ്യാനും പോകണ്ട, ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട്. ഇതെല്ലാം എനിക്ക് വീണ്ടും പ്രശ്നങ്ങൾ. അതായത് ഈ പാരമ്പര്യങ്ങൾ എഴുതി വെക്കുമ്പം സംബന്ധപ്പെട്ട വ്യവഹാരങ്ങളെ എതിർപ്പതോ ആദരിപ്പതോ ഇല്ല, തമിഴിലാ പറയുന്നത്. അതായത് നമുക്ക് സുരേഷേട്ടാ സംബന്ധമില്ലാത്ത സമയം ഒന്ന് കാര്യങ്ങൾ നോക്കണേ, നമ്മൾ 10 മണിയായി. തലയിടുന്നതെന്ന് ആ പാരമ്പര്യം എഴുതിയത്. നമ്മളെ സാധാരണ ഈ പാരമ്പര്യം നമ്മൾ ഗ്രൂപ്പിനും ഇതിനെല്ലാം ചെയ്യുകയാണെങ്കിലും നമ്മളത് കുടുംബത്തിനും പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പം സമയം 10 അപ്പം ഈ സുബോധ ജീവിതത്തിൽ നന്നായി പോണെങ്കിൽ ഞാൻ തന്നെയാണ് ഇതിലെല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടത്. ഇത് ശ്രദ്ധിക്കണമെങ്കിൽ ഒരു സ്പോൺസറെ കണ്ട് പടികൾ ചെയ്യണം. ഇന്നൊരു 4 വർഷം കംപ്ലീറ്റ് ചെയ്യുന്ന ഈ മാസം ആ ഒരു സുഹൃത്ത് ഏലുള്ള എന്നോട് ചോദിച്ചു, ഞാൻ നിങ്ങളെ സ്പോൺസറായി എടുക്കട്ടെ. ഞാൻ അവനോട് ധൈര്യം പറഞ്ഞു, വേണ്ട മോനെ, നീ ഏതായാലും ചീത്തയാണ്ട് എന്നെ പോലെ, കാരണം എനിക്കൊരു സ്പോൺസർ ഇല്ലേ. പക്ഷേ സത്യം ഉള്ള പോലെ നിങ്ങളോട് പറയുന്നു. ഞാൻ പടികളിലും ചെയ്തതിന് ഒരു സ്പോൺസറെ വെച്ചിട്ട് തൂത്തുക്കുടിയിൽ ഉണ്ടായപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പൊ വന്നതിന് ശേഷം ഞാൻ വലിയ സ്പോൺസറല്ലേ, പിന്നെ എനിക്ക് ഏത് സ്പോൺസർ? അതാ എൻ്റെ ശീലം. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതായാലും ഞാൻ ചെയ്ത തെറ്റുകൾ ആ ഒരു സുബോധത്തിൽ ഉണ്ടാകുന്നത് കുടിക്കാതിരിക്കുന്ന അവസ്ഥ മാത്രമല്ല, എൻ്റെ ജീവിതം ശരിയായ രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ ഇൻ ഓൾ അഫയേഴ്സ് അങ്ങനെ പറഞ്ഞിരിക്കുന്ന എല്ലാ വ്യവഹാരങ്ങളും ഞാൻ ഈ സത്യസന്ധത ഇതും പാലിച്ചാൽ മാത്രമേ എനിക്ക് ആ റിസൾട്ട് കിട്ടുള്ളൂ. എങ്കിലേ എനിക്ക് സുബോധത്തിൽ വളരെ നോർമലായിട്ട് പീസ്ഫുള്ളായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. ആ ജീവിതം എനിക്ക് പറ്റിയില്ലെങ്കിൽ പോലും നിങ്ങൾക്കെല്ലാം സാധ്യമാകട്ടെ. അതിന് ആ പടികളും ബിഗ് ബുക്കും വായിച്ച് അതിൽ കൂടെ സഞ്ചരിക്കാനുള്ള ഭാഗ്യ ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു രാജേഷ്. താങ്ക് യു. നന്ദി സുരേഷേട്ടാ, നന്ദി. നമ്മളോട് ഇത്രയും സമയം ചെലവഴിച്ചതിന് നന്ദി. എന്റെ വ്യക്തിപരമായ പേരിലും ജ്വാലയുടെ പേരിലും നന്ദി പറയുന്നു. നമ്മുടെ സമയം ഏകദേശം അതിക്രമിച്ചിരിക്കുന്നു. 10:01. രാജേഷ് ആ രാജേഷേട്ടൻ വേറെ ഒരു ഇതിൽ പോയി, എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു സുരേഷേട്ടാ. ഹലോ, കേൾക്കുന്നില്ല ഞാൻ പറയുന്നത്? കേക്കാം. ഓക്കെ 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 ഹലോ, ഓക്കെ നമുക്കെന്നാല് കേൾക്കുന്നില്ലേ? അതെ, കേൾക്കാം എന്റെ ബ്ലൂടൂത്ത് സുരേഷേട്ടാ. കട്ടായി പോയി തോന്നുന്നു. സജു പറഞ്ഞു. കേൾക്കാം. നന്ദി എന്ന് പറയുന്നത്.